എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ അതിന് വീണ്ടും മറുപടി എന്നോണം മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധിയായ മൗലവി വന്നതുകൊണ്ട് അയാൾ എന്താണ് ഇന്നലെ പറഞ്ഞത് എന്നും എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് വീണ്ടും വന്ന് വിളിച്ചു കൂവുന്നത്, വഹാബിയാകാൻ മത്സരിക്കുന്നത് എന്നുമൊക്കെയാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, മാലയിൽ പറഞ്ഞ കാര്യം, മടവൂര് ശൈഖുനയുമായി ബന്ധപ്പെട്ട മദ്ഹ് പാട്ടിൽ പറഞ്ഞ കാര്യം, ഇത് രണ്ടിനെയും വഹാബികൾ എതിർക്കുന്നു, AP സമസ്തക്കാരും എതിർക്കുന്നു. അഹ്ലുസ്സൂഫിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മളിതിന് മറുപടി പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇന്ന് വന്ന് പറഞ്ഞത്? അതിലാദ്യം തന്നെ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ മറുപടി പറയുന്നത് എന്തിനാണെന്നറിയോ, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ്. അതാദ്യം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. വിവരം കെട്ട പാട്ടുകാരനെ വിമർശിച്ചപ്പോ അതിൽ തൂങ്ങി വന്നത് നീയാണ്. നിനക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നീ പറയുന്നത് സത്യമാണെന്ന് സാധാരണക്കാര് തെറ്റിദ്ധരിച്ചു പോകുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് മറുപടി പറയാൻ തുടങ്ങിയത്. അല്ലാതെ നീ വലിയ ആളായിട്ടൊന്നും അല്ല. മുശാവറ കൂടി തീരുമാനിക്കാൻ മാത്രമൊന്നും നീ വലിപ്പം എത്തിയിട്ടില്ല എന്നെങ്കിലും നീ ആദ്യം ഒന്ന് തിരിച്ചറി. ഏത് ലെവലിലായാലും കുഴപ്പമില്ല, മറുപടി പറഞ്ഞേച്ചാ മതി. അപ്പൊ ഒരു കാര്യങ്ങൾക്ക് ഉറപ്പാണല്ലോ, ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാതെയായാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ആളുകൾ തെറ്റിദ്ധരിക്കല്ല, ശരിയായത് ധരിക്കുക ചെയ്യണം. അപ്പൊ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പേരോട് മൗലവി പറഞ്ഞത് മുതൽ, മടവൂര് ശൈഖുനയുടെ കറാമത്ത് പറയാൻ പാടില്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അദബ് കേടാണ്, ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ പൊളിക്കുന്ന വാദങ്ങൾ നിങ്ങളുടെ നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിനെ രേഖാമൂലം അവതരിപ്പിക്കുകയും പ്രാമാണികമായി ഗണ്ണിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പലപ്പോഴും അതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത അവശനായ വാപ്പയെപ്പോലെ നിങ്ങളായി എന്നത് ഒരു സത്യമാണ്. പിന്നെ മറുപടി പറയാൻ പലപ്പോഴും പലരും വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിലനിന്നിട്ടില്ല. പേരോട് തന്നെ പല സ്ഥലങ്ങളിലും പല രൂപത്തിലും മറുപടി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. സാവിയത്ത് സൂഫിയാന്നും പലതും പറഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ തീർത്തും മറുപടി കിട്ടിയപ്പോൾ പിന്നെ അത് അവസാനിച്ചു പോയതാണ്. അതുപോലെ അലവി സഖാഫി എല്ലാ മുഖാമുഖത്തിലും 3 ചോദ്യം നമുക്ക് റിസർവ് ചെയ്തിരുന്ന ഒരു കാലത്ത്, പിന്നെ അത് നിർത്തിപ്പോയതാണ്. പേരോടിന്റെ ശിഷ്യൻ ചെറുമോത്ത് ഒരുപാട് വന്ന് നോക്കി, ഒരു പ്രാവശ്യം വന്ന് നോക്കി, അത് അതോടുകൂടി തീർന്നു. അതേപോലെ പലരും വന്നു. വാളക്കുളം എന്ന് പറയുന്ന ഒരു ചങ്ങാതി 100 തികക്കുമെന്നൊക്കെ പറഞ്ഞു വാശിപ്പിടിച്ച് നമ്മൾ ഏതു പ്രസംഗം വെച്ചാലും കുരുവട്ടൂർ ഖണ്ഡനം നമ്പർ ഇട്ടുകൊണ്ട് തന്നെ വന്നു. ഏടെ പോയി പോനൊക്കെ എല്ലാം പോയി. അപ്പൊ ഞങ്ങളുടെ ഈ ആദർശപരമായ മുന്നേറ്റത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പല രൂപത്തിലും പല കോലത്തിലും വരും. അതിനെ നേരിടാൻ സജ്ജരായി നിൽക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് മറുപടി പറയണം, മറുപടി പറയുകയാണ് വേണ്ടത്. അത് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, വലുതായി എന്നുള്ളവർക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, ചെറുതായി എന്നുള്ളവർക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, പ്രാമാണികമായിരിക്കണം. അപ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വീക്ഷിക്കുന്നുണ്ട് ആളുകൾ, അതിന് കിതാബ് തിരിയുന്നവരുണ്ട്, കിതാബ് മനസ്സിലാക്കുന്നവരുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരുണ്ട്, അവരൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം ഉണ്ടായാൽ മതി, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഏതായാലും ആകട്ടെ, ഇവിടത്തെ വാദം എന്താണ് നമ്മൾ കൃത്യമാക്കി കൊടുത്തു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ മുസ്ലിം ആവുക എന്നതിനെ സംബന്ധിച്ച് മുഹാലാണ് എന്ന് പറയാൻ പറ്റില്ല. മുഹാലാണെന്ന് പറയാൻ പറ്റില്ല. മുഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്തത്, അങ്ങനെ പറയാൻ പാടില്ല. അതേ സമയത്ത് ഇബ്ലീസ് ലഅനത്താക്കപ്പെട്ടു,
പല തവണ അവന് തൗബക്കുള്ള ചാൻസ് കൊടുത്തു. പക്ഷേ തൗഫീഖ് എന്നൊരു സാധനം അവന് കിട്ടാത്തത് കൊണ്ട് അവനതിന് സാധിച്ചില്ല, അവന് തൗഫീഖ് ഉണ്ടായില്ല. അങ്ങനെയാണ് അവനെ സംബന്ധിച്ചുള്ള നിയമം. അതേ സമയത്ത് സാധ്യത എപ്പോഴും നിലനിൽക്കുകയാണ്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ മുസ്ലിമാകാം. ഏതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ശൈത്താൻ മുസ്ലിമായ പോലെ. ഇംകാനില്ല, സാധ്യതയില്ല എങ്കിൽ ഒരിക്കലും അത് സംഭവിക്കൂല. അപ്പൊ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് തൗബക്ക് ഇങ്ങനെ അവസരങ്ങൾ കൊടുക്കുന്നത്. രണ്ടും രണ്ടാണെന്നുള്ള പ്രാഥമിക വിവരം ആദ്യം ഉണ്ടാവണം. ഒരു കാര്യം സംഭവിക്കലും സംഭവിക്കാൻ സാധ്യത ഉണ്ടാകലും രണ്ടും രണ്ടാണ്. ഇയാൾക്ക് ഇനി അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോന്നിട്ടുകൊണ്ട് തന്നെ ആ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. നമുക്കൊന്ന് കേൾക്കാം. അയാൾ പറയട്ടെ. താഴെയുള്ള സകല ശൈത്വാന്മാരും മുസ്ലിമാകാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ വാദം. ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല, അത് മുഹാലാണ് എന്നാണ്. ഈ ചർച്ച പുരോഗമിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? അവന്റെ തൗഫീഖ് കുറവ് കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കൂല. അത് റെഡിയല്ലേ? റെഡിയാണ്. എന്റെ വാദം എന്താണോ ആ വാദത്തെ വളരെ കൃത്യമായി നൗഷാദ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇബ്ലീസ് ഒരിക്കലും മുസ്ലിം ആവുക എന്നത് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് നൗഷാദ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ ചർച്ചയുടെ ഒരു ആവശ്യം പോലുമില്ല സത്യത്തിൽ. അത് പ്രാഥമികമായി ഈ വിഷയത്തിന്റെ ബേസിക് വിവരം പോലും താങ്കൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഒന്നുകിൽ താങ്കൾ പൊട്ടനായി അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ആ വിഷയം മുഖ്മാഫിയായിട്ട് തിരിഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞേ? തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല. സംഭവിക്കൂല എന്ന് പറയുന്നതും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്ക്. ആളുകൾ കേൾക്കുന്നുണ്ട്. ഇത് സംഭവിക്കാൻ സാധ്യത ഇല്ല, ഇനി സാധ്യത ഉണ്ടാവുകയുമില്ല. അതിനാണ് മുഹാൽ എന്ന് പറയുന്നത്. സാധ്യത വന്നാൽ പിന്നെ അത് മുഹാലാവില്ല. സാധ്യത ഇല്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞേണ്ടി താങ്കൾ കൊണ്ടുവരാം. സാധ്യത ഇല്ല എന്നോ ഇനി സാധ്യത ഉണ്ടാകൂല എന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ വാദം ഞാൻ സമ്മതിച്ചു എന്ന് പറയാം. ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താ? തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല. രണ്ടും പറഞ്ഞിട്ടുണ്ട്. തൗഫീഖ് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. തൗഫീഖ് ഇല്ലാത്ത കാലത്തോളം സംഭവിക്കൂല. സാധ്യതയുണ്ടോ? എന്നും സാധ്യതയുണ്ട്. അതിനിടെ താങ്കളുടെ വാദത്തെ അംഗീകരിച്ച് താങ്കളുടെ വാദം തന്നെ താങ്കൾക്ക് തിരിഞ്ഞിട്ടില്ലേ? സാധ്യത ഉണ്ടോ ഇല്ലേ എന്നതാണ് ചർച്ച. സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നു, സാധ്യത ഇല്ല, മുഹാലാണെന്ന് താങ്കൾ പറയുന്നു. തൗഫീഖ് വേണം, അപ്പോഴേ അത് ഖാരിജിൽ, അതായത് ഈ ലോകത്ത് അത് സംഭവിക്കുള്ളൂ. ഉക്കൂഅ്, അതാ ഞാൻ അറബിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. ഇനി അത് തിരിയാതെ പോകരുത്. താങ്കൾ പറഞ്ഞ വാദം ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാൻ എന്ത് പറയണം? സംഭവിക്കാൻ സാധ്യതയില്ല, സാധ്യത പോലുമില്ല എന്ന് പറയണം. സംഭവിക്കൂല, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയുമ്പോ സാധ്യത നിലനിൽക്കുകയാണ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയും? സാധ്യമായ ഒരു കാര്യത്തെ ചെയ്യാൻ അല്ലാഹു തആല പ്രത്യേകം കഴിവ് തരാ. അതിനാ തൗഫീഖ് എന്ന് പറയുന്നത്. ഇനി ആ പറഞ്ഞുകൊണ്ടുള്ള വ്യത്യാസം ഒന്നുകൂടി പറഞ്ഞുതരാം. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചിട്ടില്ല, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല എന്ന് പറയുമ്പോ ഒരു സ്പെഷ്യൽ ഇടപെടൽ വന്ന് തൗഫീഖ് ഉണ്ടായാൽ സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി. മുഹാലായ പിന്നെ ആ സാധ്യതയില്ല. സാധ്യത ഉണ്ടാകുമ്പോ അല്ലേ ആ കാര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച ചെയ്യാം. ഞാൻ പല ഉദാഹരണങ്ങളും അതിന് കാണിച്ചിരുന്നു, അതിലേക്ക് വരാം. അപ്പോ വാദം കൃത്യമാക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനൊക്കെ പഠിപ്പിച്ചതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ ഇബ്ലീസ് അടക്കമുള്ള ശൈത്വാന്മാർ
അവർക്കെന്നും തൗബക്ക് ചാൻസ് അല്ലാഹു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇബ്ലീസിൽ നിന്ന്. തൗഫീഖ് ഇല്ലാത്ത കാലത്തോളം സംഭവിക്കില്ല. എന്നാൽ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ സമയത്തും തൗബ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പെഷ്യൽ ഇടപെടൽ നടത്തിയപ്പോൾ ശൈത്താൻ മുസ്ലിമാകുക ചെയ്തു. ഇനി ഇതുപോലെയുള്ള സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ, മടവൂര് ശൈഖിനെ പോലെയുള്ളവരിൽ നിന്ന് വന്നാൽ, അപ്പോൾ സംഭവിക്കാം. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇംകാനേ ഇല്ല എന്നാണ്. അപ്പൊ വാദം തന്നെ പഠിച്ചിട്ടില്ല, LKG പോലും ഈ വിഷയത്തിൽ എത്തിയിട്ടില്ല എന്ന് അർത്ഥം. എന്നിട്ട് ഞാൻ ഉദാഹരണം പറയുന്നുണ്ട്, അതിനെ അയാൾ ഗണ്ണിക്കുന്നുണ്ട്, വെച്ചുകൊടുക്കും. പോലും മനസ്സിലാക്കാനുള്ള ബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. ഇപ്പൊ കൊണ്ടുവന്ന ഉദാഹരണം എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തു എന്നതിനർത്ഥമില്ല, ഇല്ല. എന്നാൽ അവൻ നാളെ തെറ്റ് ചെയ്യാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. നിങ്ങളുടെ വാദം എന്താണ്? ഇബ്ലീസ് നാളെ ഒരിക്കൽ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ സമ്മതിച്ചതോ? കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ക്ലിപ്പിൽ സമ്മതിച്ചതോ? ഒരിക്കലും അവൻ തൗബ ചെയ്യുക എന്നത് സംഭവിക്കുകയില്ല എന്നാണ്. ആ വ്യത്യാസമാണ് ഇനിയും താങ്കൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ പറഞ്ഞ വിഷയം സാധ്യതയില്ല എന്നാണ്. സാധ്യതയില്ല എന്ന് പറയുന്നതും സംഭവിക്കൂല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഒരു കാര്യം സംഭവിക്കുക, അതല്ല സാധ്യത എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ ആ ഉദാഹരണം പഠിപ്പിച്ചു തന്നത്. ഇനി വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം, ആളുകൾ പഠിക്കുന്നുണ്ട്. ശഅബാൻ 29 അന്ന് മാസം കാണാൻ സാധ്യതയുള്ളതാണ്. സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് മാസപ്പിറവി കാണണം എന്നില്ല. കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മുഹാലല്ല, കാണാം. പക്ഷെ കണ്ടു എന്ന് പറയണമെങ്കിൽ സാധ്യത പോരാ, വളരെ വ്യക്തമാണ്. അതേസമയത്ത് ശഅബാൻ 27 ഒരാൾ പറയാണ് മാസം കാണുന്ന വിഷയം, അന്ന് സാധ്യതയേ ഇല്ല. ആദിയായി സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകൽ മുഹാലാണ്. അപ്പൊ അന്ന് നോക്കിയിട്ട് കാര്യമില്ല, സാധ്യത തന്നെയല്ല. ഇവിടെ 29 ആകുമ്പോ സാധ്യതയുണ്ട്. സാധ്യതയുള്ളത് കൊണ്ട് കാണണമെന്നില്ല. കാണൽ നടക്കണമെങ്കിൽ അത് കാണുന്നതാണ്. അപ്പൊ ഇനിയും ആ പൊട്ടത്തരം വന്ന് പറയരുത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് എന്നും തൗബക്ക് ചാൻസ് ഉണ്ട്, ഇനിയുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. കാരണം ഈ തക്ലീഫിന്റെ ലോകത്ത് അതിന് സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല. സാധ്യത ഉണ്ട്, പക്ഷേ സംഭവിക്കൂല. ഇനി എന്താ ചങ്ങായിക്ക് തിരിയാത്തത്? സാധ്യത നിലനിൽക്കുന്നു, ഓനിൽ നിന്ന് സംഭവിക്കൂല, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട്. ഇനി ഒരു സ്പെഷ്യൽ ഇടപെടൽ വന്ന് തൗഫീഖ് ഉണ്ടാക്കി കൊടുത്താലോ, അപ്പൊ സംഭവിക്കും. കാരണം ആ സാധ്യത ഉള്ളതുകൊണ്ട്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താനെ മുസ്ലിമാക്കിയത്. ഒരു സാധ്യത ഇല്ലെങ്കിൽ മുസ്ലിം ആക്കൂല. അവിടെ ശൈത്താനെ മുസ്ലിം ആക്കിയല്ലോ അവിടെ. അപ്പൊ ഈ പൊട്ടത്തര ഇനി മാറ്റുക. ഞാൻ പറഞ്ഞ വാദം താങ്കളെ വാദവും രണ്ടും രണ്ടാണ്. സംഭവിക്കാൻ സാധ്യതയില്ല, സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എവിടെങ്കിലൊക്കെ സംഭവിക്കാൻ സാധ്യത ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തു കൊണ്ടുവരാം. അല്ല, സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ സാധ്യത നിലനിൽക്കേ സംഭവിക്കൂല എന്നാ പറയുന്നത്. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട്. തൗഫീഖ് ഉണ്ടായാലോ സംഭവിക്കാം. ആർക്കാ ഇതൊക്കെ തിരിയാത്തത്? വെറുതെ ആളുകളെ വട്ടം കറക്കാന്നല്ലാതെ. ഇനി ഇവിടുത്തെ മർമ്മപ്രധാനമായ ഭാഗം, ആ ഭാഗം ഇന്നുവരെ ഇയാൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സാധ്യത ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്? റിഫായി മാലയിൽ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ മഹാനരായ മടവൂർ ശൈഖിനെ കുറിച്ചുള്ള പാട്ടിൽ പറഞ്ഞ കാര്യം, ഇത് സാധ്യതയുള്ളതാണ്, മുഹാലല്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ? അത് അല്ലാഹ് തന്നെ പറഞ്ഞതാണ്, ഓന് തൗബണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ തൗബ എന്ന സംഭവം ഉണ്ടാകുമ്പോ അല്ലാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. ഇനി അതിനെ അയാൾ ഗണ്ണിക്കുന്നുണ്ട് കേട്ടോ.
ഇബ്ലീസ് നരകത്തിലാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സംശയമല്ല. ആ പറഞ്ഞ അല്ലാഹുവിന് അത് മാറ്റാൻ അധികാരമുണ്ട്. ഏതുപോലെ വ്യഭിചരിക്കുകയും തെറ്റുകൾ ചെയ്യുകയും ചെയ്തവർ ശാശ്വതമായി നരകത്തിലാണ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അല്ലാഹ് തന്നെ ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി തെളിവ. എന്താണ് ഖുർആൻ എന്നും ഇസ്ലാം എന്നും അറിയാത്ത ഒരു പൊട്ടൻ പോലും ഈ തെളിവ് പറയൂ. ഈ പറഞ്ഞത് എന്താണ്? അതൊരു പൊതുവായ കാര്യമാണ്. ആളുകൾ തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ, വേണ്ടാത്തരങ്ങൾ ചെയ്താൽ അവരിൽ നിന്ന് തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇബ്ലീസിന്റെ വിഷയം അതുപോലാണോ? ഇബ്ലീസിന്റെ പേരെടുത്തല്ലേ അള്ളാഹു പറഞ്ഞത്? ആ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ അള്ളാഹു പറഞ്ഞത് അവൻ നരകത്തിലാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന്? അതേപോലെയാണോ ഈ പറഞ്ഞ ആയത്ത്? ഇതുപോലും തിരിയാത്ത ഒരു അന്തം കെട്ട ചെങ്ങാതിയായി പോയല്ലോ ഇയാള്. അതാണ്, അത് മനസ്സിലാക്കാനുള്ള അന്തം താങ്ങക്കില്ലാതെ പോയതാണ്. ഒന്നുകിൽ അന്തത്തിന്റെ കുറവ്, അല്ലെങ്കിൽ ഇത് തിരിയില്ലല്ലോ. കിതാബ് ഓതിപ്പടിക്കാരന് വേറെ സംഭവം തന്നെയല്ലേ, അതിനൊരു തൗഫീഖ് വേണം. അപ്പൊ ഈ പറഞ്ഞ മൗലവിക്ക് കിതാബ് തിരിയാന്നുള്ളത് സാധ്യതയുള്ള കാര്യമാണ്. സാധ്യത ഉള്ളത് കൊണ്ട് സംഭവിക്കണം എന്നില്ല, അതിന് പഠിക്കാൻ വേണം. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഓനൊരു കുന്തവും തിരിഞ്ഞിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞേ? അല്ലാഹു തആല തെറ്റ് ചെയ്തവരുടെ കാര്യങ്ങൾ എടുത്തെടുത്തു പറയുന്നു. വല്ലദീന ലാ യദഉന മഅല്ലാഹി ഇലാഹൻ ആഖർ, ശിർക്ക് ചെയ്യാത്തവർ, മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ ഇങ്ങനെ പറയാ. കൊല്ലാത്തവർ, സിന ചെയ്യാത്തവർ, വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ, അത് ചെയ്താൽ കഠിനമായ ശിക്ഷയുണ്ട്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിശക്തമായി അവന് ഇരട്ടിപ്പിക്കപ്പെടും ശിക്ഷ. വയഖ്ലുദു ഫീഹി മുഹാന, അപ്പോ അതിൽ ശാശ്വതമായി നിന്ദ്യനായി കഴിയേണ്ടി വരും. അപ്പൊ ശിക്ഷകളുണ്ട് ഈ തെറ്റ് ചെയ്തവന്. പൊതുവായി പറഞ്ഞതാണ്. പൊതുവായി പറഞ്ഞൊരു കാര്യം അല്ലാഹ് അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യാൻ. ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴികെ, വആമന, വിശ്വസിച്ചവരൊഴികെ, വഅമില അമലൻ സ്വാലിഹ, നല്ല അമൽ പിന്നെ ചെയ്തവരൊഴികെ. അത് പൊതുവായി പറഞ്ഞു. പൊതുവായി പറഞ്ഞ ആ നിയമം അല്ലാഹ് ഇസ്തിസ്ന ചെയ്ത് തൗബ ചെയ്തവർക്ക് ഇതില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറയാ ഇതങ്ങനല്ല, ഇത് ഇബ്ലീസിനെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞതാണ്. ഇബ്ലീസിന് ശിക്ഷയുണ്ട്. ശരി, ഇബ്ലീസിന് ശിക്ഷയുണ്ട്, ഇബ്ലീസിന് കഠിനമായ നരകമുണ്ട്. ഇതൊക്കെ അള്ളാഹു പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ അള്ളാഹു അവന്റെ പേരെടുത്ത് തന്നെ പറഞ്ഞതുകൊണ്ട് അവന് തൗബയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞേ, ഇതിപ്പോ മശായിഖിനെ അല്ല ചോദ്യം ചെയ്യുന്നത്, അള്ളാനെയാണ്. അള്ളാനെയാണ് ചോദ്യം ചെയ്യുന്നത്. മശായിഖന്മാര് അള്ളാഹു കൊടുത്ത ഖുദ്റത്തിൽ നിന്ന് ചെയ്യുന്നവരാ. റിഫായി ഷെയ്ഖായാലും മടവൂര് ഷെയ്ഖുനായാലും എല്ലാവരും. അള്ളാഹ് തന്നെ നേരിട്ട് പറഞ്ഞ വാക്കിനെയാണ് ഇവര് ഗണ്ണിക്കുന്നത്. അതല്ലേ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിലപാട് അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അള്ളാഹു ഇഷ്ടമുള്ളതിനെ മായ്ച്ചു കളയും. അള്ളാഹ് പറഞ്ഞ കാര്യം, അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യം, അള്ളാഹ് പറഞ്ഞ പ്രഖ്യാപിച്ച കാര്യം തന്നെ അള്ളാഹു ചിലപ്പോൾ മായ്ച്ചു കളയും. വയുസ്ബിത്, ചിലത് അള്ളാഹ് സ്ഥിരപ്പെടുത്തും. വഇൻദഹു ഉമ്മുൽ കിതാബ്, അതിനൊക്കെയുള്ള അധികാരം അവനുണ്ട്. അവന്റെ അധികാരത്തെയാണ് നിങ്ങൾ ഈ മുസ്ലിം ജമാഅത്ത് ചോദ്യം ചെയ്യുന്നത്. ചാൻസ് കൊടുക്കാൻ അവന് അധികാരമുണ്ട്. അപ്പൊ ഇബ്ലീസിന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് അവന് ശിക്ഷയുണ്ട്. അതെ, ആ ഇബ്ലീസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവന് തൗബയുണ്ട് എന്നും പറഞ്ഞത്. നിങ്ങൾ അതിനെ കുറിച്ച് മിണ്ടാത്തത്? ആയത്തിൽ പറഞ്ഞ ഒരു സംഗതി ഹദീസ് കൊണ്ട് അതിനെ തഖ്സീസ് ചെയ്യും. ഹദീസ് കൊണ്ട് അതിൽ നിന്ന് ഇസ്തിസ്നയും ഉണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഹിജ്റ 281 വഫാത്തായ ഇബ്നു അബി ദുനിയ തങ്ങളുടെ മക്കായിദ് ശൈത്വാൻ എന്ന ഗ്രന്ഥം സനദ് സഹിതം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം തൗബ ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് പറയാണ്, തതൂബ്. ഇബ്ലീസിനെ ആദ്യം ആക്ഷേപിച്ചു. നിന്നെ കൊണ്ടാണല്ലോ അത് മുഴുവൻ നശിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, ഫമാ അസ്ന, ഞാൻ എന്താ ഇനി ചെയ്യാം? ഖാല ലഹു,
ഇബ്ലീസിനോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, തതൂബ്, ഈ തൗബ ചെയ്യണം. അല്ല ചങ്ങാതിമാരെ, ഇത് മുഹാലാണ്, അസംഭവ്യമാണ്, സംഭവിക്കാൻ സാധ്യതയില്ല എങ്കിൽ നൂഹ് നബി പറയോ ഈ തൗബ ചെയ്യണമെന്ന്? മുഹാലായ കാര്യം കൊണ്ട് കൽപ്പിക്കോ? മുഹാലായ കാര്യം കൊണ്ട് കൽപ്പിക്കാൻ പറ്റുമോ? ഇത്ര വിവരം കെട്ടവരാകാൻ പാടില്ല. ഈ തത്തൂബ് എന്നുള്ള ഒറ്റ ലഫ്ള് മതി നിങ്ങളെ മുഹാല് വാദം അസ്തമിക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ റബ്ബിനോടൊന്ന് ചോദിക്കണം, ഹല്ലി മിൻ തൗബ, എനിക്ക് തൗബണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പൊ അള്ളാന്റെ മറുപടി എന്താ കേട്ടോ? അള്ളയാണ് ഇബ്ലീസിന്റെ പേരെടുത്ത് പറഞ്ഞു ശിക്ഷയുണ്ടെന്ന് പറഞ്ഞത്. അതേ അള്ളയാണ് നൂഹ് നബിക്ക് വഹി അറിയിക്കുന്നത്. അള്ളാഹു മൂസാ നബിയിലേക്ക് വഹി അറിയിച്ചു, അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ. തൗബതഹു, ഹു എന്നതിന്റെ ലമീറേണ്ട മൗലവി, വിവരമില്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത്. അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ. അല്ല തമാശക്ക് പറയാതെ, അല്ല കളിക്കുട്ടി ഞങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റാന്നാ മനസ്സിലാക്കിയത് അള്ളാഹിനെ കുറിച്ച്. ഇബ്ലീസിന്റെ തൗബ അയ്യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ തൗബയുണ്ട്. ആ തൗബ ഇന്നതാണ്. ഇത് പറഞ്ഞത് അല്ലാഹു തആലയാണ്. ഇത് ഒരു നേരത്ത് മാത്രമല്ല. നൂഹ് നബി എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഖദ് ജുഇലത് ലക തൗബ, ഇബ്ലീസ് നിനക്ക് തൗബ അല്ലാഹു തആലന് ചാൻസ് തന്നിട്ടുണ്ട്. മുംകിനായതിലാണ് ഈ സംസാരം, മുഹാലായതിൽ അങ്ങനെ പറയില്ല. പിന്നെ ഓൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഓന് തൗഫീക്ക് വന്നില്ല. സാധ്യമായ കാര്യത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകം ഇനായത്ത്, പരിഗണന, അത് വരുമ്പോഴാണ് തൗഫീക്ക് ഉണ്ടാവുക. അതോനുണ്ടായില്ല. കാരണം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സാധനല്ലേ അത്. ഇത് സംഭവം അല്ല തന്നെ ഇസ്തിസ്ന ചെയ്തു. എന്താ മിണ്ടാത്തത്? അല്ല തന്നെ തൗബ ചെയ്താൽ അള്ളാഹു അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുമെന്ന് പറയുന്നു. തൗബ ഇന്നതാണെന്ന് പറയുന്നു. സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതേ സംഭവം മൂസാ നബിയുടെ കാര്യത്തിൽ ആവർത്തിക്കുന്നു. മൂസാ നബിയോട് ഇബ്ലീസ് ചോദിച്ചപ്പോൾ ഇബ്ലീസിനോടുത്ത മറുപടി, ഞാൻ എന്റെ റബ്ബിനോട് ഇത് സംസാരിക്കാമെന്നാണ്. അപ്പൊ പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് സംസാരിച്ചപ്പോ ഇതേ വാക്ക്, അവന്റെ തൗബ അയ്യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യലാണ്. ഇതിനെക്കുറിച്ച് എന്താ ഇനിയും മിണ്ടാത്തത് താങ്കൾ? ഇതല്ലേ അടിത്തറ. ഞങ്ങൾ പറയുന്നു സാധ്യമാണ്, ചാൻസ് ഉണ്ട്. ആ ചാൻസ് കൊടുത്തത് അല്ലാഹുവാണ്. നിങ്ങളെ തള്ളിക്കാൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? ആര് നിങ്ങൾക്ക് അധികാരം തന്നു മുഹാലാക്കാൻ? മുഹാലായ കാര്യം അല്ല പറയുമോ? 7 നാടോ എഴുന്നേറ്റ് വരുന്നത്? ഇതിലൂടെ പ്രധാന പോയിന്റ് എവിടെയാണ്? തൊള്ള തുറക്കണില്ലല്ലോ ആ വിഷയത്തിൽ. അതാ ഞാൻ പറഞ്ഞേ, ഇതാ മതിയാവൂല. നേരെ നസ്സായ തെളിവാണ്. തൗബതഹു, ഇബ്ലീസിന്റെ തൗബ അയ്യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. ഇത്ര ക്ലിയർ അല്ലേ ഈ വിഷയം? ഇതിന് എങ്ങനെ മുഹാലാവല്? ഇതിനിപ്പോ ഞങ്ങൾ മാത്രം പറഞ്ഞതില്ല, പേരോടിന്റെ ക്ലിപ്പ് ഞാൻ വെച്ചു തന്നു. അത് മലയാളത്തിൽ അയാൾ പറയുന്നുണ്ട്. ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ വഴി ഇബ്ലീസിനെ കണ്ടു. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ പഠിച്ചവനോട് എന്നെ ഒന്ന് നന്നാക്കി തരാൻ പറയണം, എന്നെ ഹിദായത്തായി തരാൻ പറയണം. ഞാൻ ഖേദിച്ച് മടങ്ങാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തതുകൊണ്ട് വലിയ ഖേദത്തിലാണ്. അല്ലാഹു തആലയോട് പറയാൻ മൂസാ നബി മനസ്സിലാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ മൂസാ നബി റെക്കമെൻഡ് ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അവനോട് പറയണം, അവനെ ഞാൻ പുറത്താക്കാൻ കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാത്തതുകൊണ്ടാണ്. കണ്ടോ? ആദം നബിയുടെ ഖബറിന് സുജൂദ് ചെയ്യണം. അപ്പൊ അവിടെ അല്ല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം. മലയാളത്തിൽ ആ പേരോട് അർത്ഥം വെച്ച്, ഞാൻ അർത്ഥം വെച്ച് കൊടുത്ത് തെറ്റണ്ടാന്ന് കരുതിയിട്ടാണ് അയാളെ കൊണ്ടുവന്നത്. മിണ്ടണില്ലല്ലോ. അപ്പൊ ഇവിടത്തെ പോയിന്റ് ഏതാ? റിഫായി ശൈഖും മടവൂര് ശൈഖുനയും
അതിന്റെ അപ്പുറങ്ങൾ നിഷേധിച്ചു പോലെ. അല്ല പറഞ്ഞതിനെയാണ് മുഹാലാക്കിയത്. അല്ല പറയാണ് അവന്റെ തൗബ ഖബറിന്റെ അടുത്ത് വന്ന് സുജൂദ് ചെയ്യലാണ്. അങ്ങനെ തൗബ ചെയ്താ ഞാൻ സ്വീകരിക്കാൻ പേരോട് അർത്ഥം വെച്ചു. മുഹാലായ കാര്യം സ്വീകരിക്കോ ഉണ്ടാവോ ആദ്യം, എന്നിട്ടല്ലേ സ്വീകരിക്കൽ. മുഹാല് പറഞ്ഞ വല്ലതും അറിയോ? യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 4 വീഡിയോ ചെയ്യണ പോലെയാണോ കിതാബ്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇതിന് മറുപടി പറയും. മൂസാ നബി അലൈഹിസ്സലാം തൗബ ചെയ്യാൻ പറയുന്നു, നൂഹ് നബി പറയുന്നു, അല്ല പറയുന്നു ഞാൻ സ്വീകരിക്കാം. അവന്റെ തൗബ ഇന്നതാണ്, ആ തൗബ ഖബറിന്റെ അടുത്ത് വന്ന് സുജൂദ് ചെയ്യലാണ്. എന്നിട്ട് ഇവര് പറയുന്നു മുഹാലാണ്. എന്താ നിങ്ങളെ കഥ? മുഹാലോ? ഇത് മുംകിനാണ്, ചാൻസ് ഉണ്ട്. ഇതുവരെ സംഭവിച്ചില്ല. വലിയ ഇബ്ലീസിൽ നിന്ന് ഓന് തൗഫീഖ് കിട്ടിയില്ല. ശൈത്താന്, വേറൊരു ശൈത്താന് തൗഫീഖ് കിട്ടി, ഓ മുസ്ലിമായി. എന്താ ചെയ്യ? ഈ വിഷയം ഇത്ര വ്യക്തതയിൽ പറഞ്ഞിട്ട് ഈ റിഫായി മാലയെ കുറിച്ച് അയാൾ വീണ്ടും കോട്ടിമാട്ടുന്നുണ്ട്. ആ ഭാഗം കേട്ടോ. റിഫായി ശൈഖിന്റെ മാല കൊണ്ടുവന്നു. അതിനകത്ത് റിഫായി ശൈഖ് പറഞ്ഞു, നീ എന്നെ ഇപ്പൊ തുടര്, എങ്കിൽ നിന്നെ ഞാൻ പഴയതുപോലെയാക്കാം. അത് സ്വാഭാവികമായും ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? തന്നെ ചതിക്കാൻ, തന്നെ വഴികേടിലാക്കാൻ വന്ന ഇബ്ലീസിനോട് നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നീ എന്നെ അനുസരിച്ചോളൂ, എന്നാൽ നിനക്കും നന്നാകാം എന്ന് പറഞ്ഞതാണത്ര ഇബ്ലീസിന് തൗബയുണ്ട് എന്നതിന്റെ വലിയ തെളിവ്. ഞാൻ തിരിച്ച് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, ആ വഴിക്കൊന്നും വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, റിഫായി ശൈഖ് മഹാനവറുകൾ ഇബ്ലീസ് നന്നാകും എന്ന പ്രതീക്ഷയിലാണോ അവനോട് നീ എന്നെ അനുസരിക്കാൻ പറഞ്ഞത്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് അള്ളാഹു പറഞ്ഞ അതേ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അള്ളാഹു എങ്ങനെയാണ് പറയുന്നത് ഇബ്ലീസിനോട്? എങ്ങനെയാ മൂസാ നബി ഫിർഔനിനോട് പറയുന്നത് നന്നാകണം? ലഅല്ലഹു യതദക്കർ, അവൻ നന്നായേക്കാം. അത് ചാൻസ് ആണ്, സാധ്യതയാണ്, മുഹാലല്ലത്. ഫിർഔൻ അന്ന് നന്നാവാന്നുള്ളത് ഇനി നന്നാവാൻ പറ്റില്ല, മരിച്ചുപോയി. മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഫിർഔന് മുസ്ലിം ആവുക എന്നത് സാധ്യതയാണ്, എപ്പോഴും സാധ്യതയാണ്. പക്ഷേ തൗഫീഖ് ഉണ്ടായില്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞില്ലേ ഖബറിന് സുജൂദ് ചെയ്യലാണ്, ഓൻ തൗബ ചെയ്യട്ടെ. അതിന് ചാൻസ് ഉണ്ടായതുകൊണ്ട് അതേ രൂപത്തിലാണ് റിഫായി ശൈഖ് അംറ് ചെയ്യുന്നത്, കൽപ്പിക്കുകയാണ്. കണ്ടില്ലേ ബൈത്തില്, ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ. ഇഫൽ നീ എന്നെ തുടരൂ. തുടരൂ എന്നത് അമ്രാണ്. അമ്ര് മുംകിനായ കാര്യത്തിലേ പറ്റൂ. എന്താ ഇതിനൊന്നും മറുപടി പറയാത്തത്? അസാധ്യമായി, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിൽ അമ്ര് വരൂല. അമ്ര് വന്നിട്ട് കാര്യവുമില്ല. അസാധ്യമായ കാര്യത്തിൽ അമ്ര് ചെയ്തിട്ട് എന്താ കാര്യം? ഒരിക്കലും വരൂല. അപ്പൊ സാധ്യമായ കാര്യമാണ് നീന്റെ തെളിവെന്താ? ആ അമ്രാൻ, നീ എന്നെ തുടരൂ. തുടർന്നോ ഇല്ലേ എന്നത് വേറെ കാര്യം. തുടർന്നാൽ നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചു തരാം. അതാണ് ആ പാട്ടിലും പറഞ്ഞു, വേണ്ടി വന്നാൽ മലക്കുകളുടെ ഉസ്താദാക്കി തരാം. അതിന് സ്പെഷ്യൽ ഇടപെടൽ വേണം. ആ ഇടപെടൽ അള്ളാന്റെ ആളുകൾക്ക് നടക്കും. അതാണ് ആ പാട്ടിലുള്ളത്, അതാണ് റിഫായി മാലയിലുള്ളത്, അതാണ് ഈ പറഞ്ഞ പ്രമാണങ്ങളിലൊക്കെയും ഉള്ളത്. ഇയാൾ റൂഹുൽ ബയാൻ വായിക്കുന്നുണ്ട്, ഒന്നും തിരിഞ്ഞിട്ടില്ല. എന്താ ചെയ്യാ? റൂഹുൽ ബയാൻ വായിക്കട്ടെ. ഈ ചങ്ങാതിക്കെതിരാണ്. നീ അതിന്റെ കാര്യകാരണങ്ങൾ പറയുന്ന കേട്ടോളൂ. കുല്ലു മുദ്നിബിൻ റജാഇൽ ഇൽതിസാമി ത്വഅ, അല്ലാഹുവിനെ വഴിപ്പെട എന്നതിലേക്ക് മടങ്ങിയ ഏതൊരു പാപിയും അല്ലാഹുവിന് പുറത്തു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് റൂഹുൽ ബയാനിൽ പറയുന്ന കാണാം. പിന്നെ തൗഫീഖ് വേണട്ടോ സംഭവിക്കണമെങ്കിൽ. വലൗലാ തൗഫീഖുഹു മാ താബ മുദ്നിബുൻ, പ്രത്യേകമായൊരു തൗഫീഖ് ഇല്ലെങ്കിൽ ഓനിൽ നിന്നത് സംഭവിക്കൂല. സാധ്യത അല്ല എന്നല്ല, സംഭവിക്കൂല. കമാലാ യതൂബു ഇബ്ലീസ്, ഇബ്ലീസ് തൗബ ചെയ്യാത്ത പോലെ അദമി തൗഫീഖി, ഓന് തൗഫീഖില്ല. ഇപ്പൊ ഇബ്ലീസിന് തൗഫീഖില്ല, ഇബ്ലീസ് തൗബ ചെയ്യൂല എന്നൊക്കെ ആ ഇബാറത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. തൗഫീഖുള്ളവർക്ക് തൗബയുണ്ട്. ഇബ്ലീസാണ് ഉദാഹരണമായി എടുത്തു കാണിച്ചത് തന്നെ. അപ്പൊ എന്താണ്? ഇബ്ലീസിന് ഒരിക്കലും തൗബയില്ല എന്ന് ഇവൻ വായിച്ച ഇബാറത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇബ്ലീസ് തൗബ ചെയ്യാത്തതുപോലെ എന്ന, അവന് തൗഫീഖ് ഇല്ല എന്ന. ഇതല്ലേ എന്റെ വാദം.
അന്റെ വാദം തന്നെ എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഇബ്ലീസ് തൗബ ചെയ്യൂലാലി അദമി തൗഫീഖ്, അവന് തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട്. തൗഫീഖ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ സാധ്യമായ കാര്യത്തിലാണ്. റൂഹുൽ ബയാനല്ലേ ഇത് പറഞ്ഞേ? റൂഹുൽ ബയാൻ ഇതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം റൂഹുൽ ബയാൻ ആദ്യം ചർച്ച ചെയ്തു. ഏത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അവൻ അല്ലാഹ് ചാൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് റൂഹുൽ ബയാൻ കർശനമായി പറഞ്ഞു. ഞാൻ പറഞ്ഞ മൂസാ നബിയുടെ തെളിവുകൾ ഉദ്ധരിച്ചു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം ഉദ്ധരിച്ചു. ഇബ്ലീസിന് തൗബക്കെന്നും ചാൻസ് ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് അതിന്റെ തത്വവും പറഞ്ഞു. വഫീഹി ഇശാറ, ഈ പറഞ്ഞതിൽ സൂചനയുണ്ട്. ഇലാ അന്ന സജിദത്തലി ആദം വഹുവ മഖ്ബൂർ, ആദം നബി അലൈഹിസ്സലാം ഖബറിലായിരിക്കെ അവന് സുജൂദ് ചെയ്യുക, ആദം നബി അലൈഹിസ്സലാമിന് ഇബ്ലീസ് സുജൂദ് ചെയ്യുക എന്നത് കസജിദത്തി ലഹു വഹുവ ഗൈറു മഖ്ബൂർ, ഖബറിലല്ലാത്ത അവസ്ഥയിൽ നേരെ മുന്നിൽ നിന്ന് സുജൂദ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആദം നബി ഖബറിലായിരിക്കേയുള്ള സുജൂദും. കാരണം എന്താ? ഇതിൽ അംബിയാഉ അലൈഹിമുസ്സലാം അഹ്യാഉ ഇൻദ റബ്ബിഹിം, ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കന്മാര് അള്ളാഹുവിന്റെ അടുക്കൽ ജീവുള്ളവരാണ്, ഹയാത്തുള്ളവരാണ്. അതുകൊണ്ട് അവര് മരിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിതകാലത്ത് സുജൂദ് ചെയ്യാൻ കഴിയാത്തവന് മൗത്തിന്റെ ശേഷം ഖബറിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്താൽ മതി, അതവനുള്ള ചാൻസ് ആണ്. ഇത് കൃത്യമാക്കിയതിന് ശേഷമാണ്. പക്ഷേ തൗഫീഖ് അവനുണ്ടായില്ല. ചാൻസ് കിട്ടിയിട്ട് ഒഴിവാകുമ്പോഴാണ് തൗഫീഖ് ഇല്ല എന്ന് പറയുങ്ങായി. ഒരാൾക്ക് തൗഫീഖ് തന്നെ അല്ല, ആ ചാൻസ് തന്നെ കിട്ടിയില്ല, ഓന് പിന്നെ തൗഫീഖ് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരു തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ അതിന്റെ ചാൻസുകൾ വരണം. നമുക്കൊരു മശായിഖിന്റെ അടുത്ത് പോലുള്ള എല്ലാ സന്ദർഭവും ഉണ്ടായി, പക്ഷെ പോയില്ല. ഓനാ തൗഫീഖ് ഇല്ലാതായി എന്ന് പറഞ്ഞ, അല്ലാതെ പിന്നെ ഓൻ അറിഞ്ഞിട്ടെന്നല്ല, ഓനതിന് പോകാനും കഴിയില്ല, ഓൻ ജനിച്ചിട്ടെന്നല്ല, ഓന് പിന്നെ തൗഫീഖ് ഇല്ലാറുണ്ട് കാര്യം. അപ്പോ റൂഹുൽ ബയാൻ അത് വ്യക്തമായി പറഞ്ഞതാണ്. എല്ലാ സംഭവവും ഉദ്ധരിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വാക്കുദ്ധരിച്ചിട്ടുണ്ട്. തൗബക്ക് സാധ്യതയുണ്ട് എന്നതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തൗഫീഖ് ഉണ്ടായില്ല. നമ്മൾ പറയുന്ന അതേ വാദം ഇതന്നെ ഷെഹ്റാൻ ഇമാം പറയുന്നത്, ഇതെല്ലാരും പറയുന്നതാണ്. തൗഫീഖ് ഇല്ല, അതുകൊണ്ട് സംഭവിക്കൂല. എന്നാ സാധ്യതയില്ലേ? സാധ്യത ഉണ്ട്. അപ്പൊ സ്പെഷ്യൽ ഇടപെടൽ കാരണം തൗഫീഖ് ഉണ്ടായി പോയാലോ? ആകാം. ആർക്കത് തിരിയാത്തിനി? എന്നിട്ട് റൂഹുൽ ബയാനായിട്ടും വന്നിട്ടുണ്ട് പോന്. ഇനി തുഹ്ഫയിലേക്ക് പോകാം. തുഹ്ഫ വായിക്കട്ടെ, വെച്ചു കൊടുക്കും. ഇപ്രാവശ്യം വന്നിട്ട് ആ ഇബാറത്തിൽ കരിഞ്ചന്ത നടത്താണ് ഇയാള്, തട്ടിപ്പ് നടത്താണ് ഇയാള്. തുഹ്ഫ വായിക്കുക. തുഹ്ഫ ഞങ്ങൾ അങ്ങോട്ട് വായിച്ചാൽ തുഹ്ഫ വായിക്കുന്നത് കേട്ടോളൂ. ചെയ്യുകയില്ല എന്ന് പറയുന്നത് വഹാബി വാദമാണോ? എടുക്ക് ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ തുഹ്ഫ, അതെടുത്ത് വായിച്ചു നോക്കൂ. റൗഷാദെ നോക്കൂ. ഫായിദത്തുൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ. ഖീല ഇസ്തസ്നാ അർബഅതു കുഫാരിൻ ലാ തുഖബലു തൗബത്തുഹും, 4 കൂട്ടരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്ലീസ്, ഹാറൂത്ത്, മാറൂത്ത്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തവൻ, ഈ 4 കൂട്ടരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയാ. ഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവർ തൗബ ചെയ്യുകയില്ല എന്നാണ്. ചോദ്യോത്തരമായി തന്നെ ഉണ്ട്. ചോദ്യോത്തരം തന്നെ വായിച്ചു തന്നായി അവിടെ വെച്ച് കട്ടാക്കി. എന്നിട്ട് ഈ സൈക്കിളേന്ന് വീണ ചിരിയായിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ശേഷം വായിച്ചാൽ ആർക്കും ബോധ്യപ്പെടും എന്താണ് പറഞ്ഞത് എന്ന്. എന്തായാലും ഇവൻ നടത്തട്ടെ അവന്റെ തട്ടിപ്പ്. തുഹ്ഫയില് അല്ലാഹ് സ്വീകരിക്കൂല എന്ന് ആദ്യം പറയാൻ, ലാ തുഖ്ബലു തൗബത്തും ഖീല എന്ന് പറഞ്ഞ അവിടെ ഒരു കൗൽ ഉദ്ധരിച്ച തൗബ സ്വീകരിക്കൂല ഒന്നാമത്തത് ഇബ്ലീസ്. അത് മാത്രം വായിച്ചാൽ ആൾക്ക് കൺഫ്യൂഷൻ ആവും. അല്ലാഹ് തൗബ സ്വീകരിക്കൂലെന്നോ? അല്ലാഹ് പറഞ്ഞ് തൗബ ഉണ്ട്, സുജൂദ് ചെയ്യണം എന്നാണല്ലോ. അപ്പൊ അതിന്റെ മുറാദ് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയില്ല, അല്ലൽ മുറാദ് അന്നഹും ലാ യതൂബൂൻ. അതിന്റെ അർത്ഥം എന്താ? ഒരു തൗബ ചെയ്യൂല, തൗബ ചെയ്യൂല, അതുകൊണ്ട് സ്വീകരിക്കൂല. അപ്പൊ തൗബ ചെയ്താൽ സ്വീകരിക്കും, അതല്ല അതിന്റെ മഫ്ഹൂം.
അതല്ലേ അതിന്റെ മഫ്ഹൂം. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതല്ലേ എന്ന്. അപ്പോ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ വായിച്ചതൊക്കെ അതിന് എല്ലാവർക്കും മനസ്സിലായി. ഒരു വലിയ തെളിവായിട്ട് കൊണ്ടുവരുന്നതാണ് എന്ത്, ലാ തുഖ്ബലു, തൗബയെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ലാ തുഖ്ബലു തൗബത്തുഹും, 4 കൂട്ടർ അവരെ തൗബ സ്വീകരിക്കൂല. ഒന്ന് ഇബ്ലീസ്, ഒന്ന് ഹാറൂത്ത്, ഒന്ന് മാറൂത്ത്, ഒന്ന് ആഖിറു നാഖത്തി സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തെ അറുത്താള്. എന്നിട്ട് അത് മാത്രം വായിച്ചില്ല, അതിന് മറുപടി അടക്കവും പറഞ്ഞു പോയി. തൗബ സ്വീകരിക്കൂല പറഞ്ഞാൽ അന്നഹും ലാ യതൂബൂൻ, അവര് തൗബ ചെയ്യൂല എന്നാണ് അതിന്റെ മുറാദ്. തൗബ ചെയ്യൂല തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട്, ചാൻസ് ഇല്ലാത്തത് കൊണ്ടല്ല. ചാൻസ് ഇല്ല എന്നതിനാണ് താങ്കൾ ദലീൽ കൊണ്ടുവരേണ്ടത്. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് തൗബ ചെയ്തില്ല എന്നതാണ് അതിന്റെ മായന. അല്ല തൗബ ചെയ്തിട്ട് സ്വീകരിക്കൂല എന്നല്ല. എന്നിട്ട് അതിന്റെ ബാക്കി വായിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവന് തിരിഞ്ഞിട്ടില്ല എന്നുള്ളവൻ തിരിഞ്ഞിട്ടില്ല. ഏടുന്ന് ബസ് കാര്യതാണ് അല്ലാഹു അലം. ഇവൻ ആ ചിരി പോലും ഇല്ലല്ലോ. കാരണം എന്താ, അത് തുടങ്ങുമ്പോൾ വലിയ ഉഷാറില്ല. വയനാട്ട് പോയണോ വരിക, ഇറങ്ങി വരുമ്പോ ആ സുഖം കിട്ടണില്ല. കിതാബ് ഒന്നും പഠിച്ചിട്ടില്ലേ. എന്തായിരുന്നു പണി? മാന്തി ചൊറിഞ്ഞിരിക്കുന്നത് പഠിക്കണ കാലത്ത്. ഈ തൗഫ് ഓതിക്കണം തന്നെ ആവും. അന്നുമാണ് ഈ യൂട്യൂബ് ഉണ്ടോന്ന് സെർച്ച് ചെയ്തിരിക്കുക, കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ അതിന്റെ ശേഷമുള്ളത്? എന്താ പിന്നെ ഇബ്നു ഹജർ പറഞ്ഞു? ഓൻ പറയട്ടെ. പറയുന്നത് ആ പറഞ്ഞതൊരു തട്ടിപ്പാണെങ്കിലും ആ തട്ടിപ്പ് പോലും സത്യത്തിൽ അവന് തെളിവല്ല. എന്റെ നൗഷാദെ, എന്താ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? അത് ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായമാണോ? എന്തിനാണ് നീ ഈ കിതാബിൽ തട്ടിപ്പ് നടത്തുന്നത്? ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. ഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു എന്നാണോ? അല്ല, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ, അവൻ ഒരിക്കലും തൗബ ചെയ്യുകയില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നിട്ട് അതിനുശേഷം വ അഖൂലു, ഞാൻ പറയുന്നു. ഇബ്നു ഹജറിനിൽ ഹൈത്തമി പറയുന്നു. അപ്പൊ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം പറയാൻ പോണേ ഉള്ളൂ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ഇബ്ലീസ് തൗബ ചെയ്യുകയേയില്ല എന്നാണ്. എന്നാൽ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം എന്താ? വ അഖൂലു, ഞാൻ പറയുന്നു. ബൽ ഹുവ അലാ ളാഹിരിഹി ഫീ ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷയത്തിൽ ആ പറഞ്ഞത് എന്താണോ അതിന്റെ ബാഹ്യാർത്ഥം തന്നെയാണ് വെക്കേണ്ടത്. ഏതു പറഞ്ഞു? ലാ തുഖ്ബലു തൗബത്തുഹും എന്ന് പറഞ്ഞില്ലേ, അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഇബ്ലീസാണ്. അപ്പൊ ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന അതിന്റെ വ്യക്തമായ പ്രകടമായ അർത്ഥം തന്നെയാണ് അതിന് കൊടുക്കേണ്ടത് എന്നാണ് ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലയുടെ അഭിപ്രായം. ഇവൻ അത് അവിടെ വെച്ച് കട്ടു. എന്നിട്ട് കിതാബിൽ തിരിമറി നടത്തി. മറ്റു പണ്ഡിതന്മാരുടെ യഥാർത്ഥത്തിൽ നിന്ന് കറങ്ങാണ്, വട്ടം കറങ്ങുകയാണ്. തുഹഫയും മനസ്സിലായില്ല, നിഹായവും മനസ്സിലായില്ല, ഫത്ഹുൽ മീനും ഓതിയിട്ടില്ല, ഒരു ബന്ധവുമില്ല. ഒരു ഇബാറത്ത് എങ്ങനെ ഹല്ല് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പ്രാഥമിക വിവരം പോലും ഈ ചങ്ങായിക്കില്ല. അതാ ഞാൻ പറഞ്ഞു ഇവനെക്കാട്ടി നല്ല ബാലുശ്ശേരിയാണ്. ഓന് അറിവില്ല എന്നുള്ള അറിവെങ്കിലും ഉണ്ടാവും. എന്താ പോൻ വായിച്ചത്? ഈ എന്നൊന്നും അന്നൊന്ന് അളന്നു നോക്ക്, ഇത്ര വലുപ്പല്ലേ ചങ്ങായിക്ക്? എന്താണ് ആ ഇബാറത്ത്? എന്താണ് ആ പറഞ്ഞത്? എന്താ ഫായിദത്ത് എന്ന് പറഞ്ഞത്? ഇത്ര വയസ്സായില്ലൊന്നുമില്ലെങ്കിൽ, കിതാബിൽ വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് നാട്ടുകാരെ അറിയിക്കണം. ഇത് കേരളമാണ്. എന്താണ് പറഞ്ഞത്? ഖീല, പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? അതിന്റെ മക്കൂലാണ് ഇനി വരുന്നത്. യുസ്തസ്ന അർബഅതു കുഫാരിൻ, 4 കുഫാറുകളെ ഇതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യപ്പെടും. ലാ തുഖ്ബലു തൗബത്തുഹും, അവരുടെ തൗബ സ്വീകരിക്കൂല. ശരിക്കും മനസ്സിലായിക്കോളൂ. ഇവനും കിതാബുമായുള്ള ബന്ധം ഒരു ചുക്കുമന് തിരിഞ്ഞിട്ടില്ല എന്നും തിരിഞ്ഞില്ല. ഇവനെ പറയെ ഏൽപ്പിച്ചിട്ടുള്ളത് അല്ല സാധന. തൗബ സ്വീകരിക്കൂല 4 ആളുകൾ: ഇബ്ലീസ്, ഹാറൂത്ത്, മാറൂത്ത്, ആഖിറു നാഖത്തി സ്വാലിഹ്. ഈ 4 ആളുകളുടെ തൗബ സ്വീകരിക്കൂല. ആ ഖീലയുടെ ബാക്കിയാണ് ഖാല ബഅ്ദുഹും, അത് ഉദ്ധരിക്കാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ലഅല്ലൽ മുറാദ് ഒരു തൗബ സ്വീകരിക്കൂല എന്നതിന്റെ മുറാദ് അന്നഹും ലാ യതൂബൂൻ, അവര് തൗബ ചെയ്യൂല, അതുകൊണ്ട് സ്വീകരിക്കൂല.
തൗബ ചെയ്താൽ സ്വീകരിക്കും, അതിന്റെ മഫ്ഹൂമാണ്. തൗബ ചെയ്യാനുള്ള തൗഫീഖ് വൽക്കില്ല, അതുകൊണ്ട് സ്വീകരിക്കൂല. വഅഖൂലു, എന്നാ ഞാൻ പറയട്ടെ എന്നുള്ളത് ലഅല്ലൽ മുറാദിന്റെ അവിടേക്കല്ല. ഇത് ഖീല മുതൽ പറഞ്ഞത് ഉദ്ധരിച്ചതാ. ഖീല മുതൽ പറഞ്ഞ കാര്യം എന്താ? 4 ആളുകളെ എണ്ണിയിട്ട് ഇവര് തൗബ ചെയ്യൂല, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ തൗബ സ്വീകരിക്കൂല. ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാം. ബൽ ഹുവ അലാ ളായിരിഹി ഫീ ഇബ്ലീസ്. 4 ആളുകളെ എണ്ണിയതിൽ ഇബ്ലീസിന്റെ കാര്യം അത് കറക്റ്റാണ്. ഈ പറഞ്ഞത് ഓക്കെ, തൗബ സ്വീകരിക്കൂല, കാരണം തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട്. അതങ്ങനെ തന്നെ. വലൈസ ബിസ്വഹീഹിൻ, അങ്ങോട്ട് വായിക്കണോ, അപ്പൊ മനസ്സിലാവല്ലേ ഈ പറഞ്ഞ എന്താണ്? വലൈസ ബിസ്വഹീഹിൻ ഫീ ഹാറൂത്ത് വമാറൂത്ത്. ഹാറൂത്ത് മാറൂത്തിന്റെ കാര്യത്തിൽ ഈ ഖീല മുതൽക്ക് പറഞ്ഞ കാര്യം ശരിയല്ല. കാരണം എന്താ? ബലില്ലദീ ദല്ലത്ത് അലൈഹി ഖിസ്സത്തുഹുൽ മുസ്നദ ഖിലാഫൻ ലിമൻ അൻകറ ദാലിക അന്നഹും ഇന്നമാ യുഅദ്ദബൂന ഫിദ്ദുനിയ ഫഖത്ത്. ഹാറൂത്ത് മാറൂത്തിന്റെ തൗബ സ്വീകരിക്കുന്നുണ്ട്, കാരണം അവര് ശിക്ഷിക്കപ്പെടുന്ന ദുനിയാവിൽ മാത്രമാണ്. വഅന്നഹും ഫിൽ ആഖിറത്തി യകൂനൂന മഅൽ മലായിക, ആഖിറത്തിൽ അവർ മലായികത്തീങ്ങളെ കൂടെയാണ്. ബഅദ റദ്ദിഹിം ഇലാ സിഫാത്തിഹിം, അവരെ അവരുടെ ആദ്യത്തെ സിഫാത്തിലേക്ക് മടക്കിയതിനു ശേഷം. അപ്പൊ അവരിൽ നിന്നുള്ള തൗബ സ്വീകരിക്കും. ഇബ്ലീസിന്റെ വിഷയത്തിൽ ഓൻ തൗബ ചെയ്യാൻ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് തൗബ സ്വീകരിക്കൂല എന്നത് ആ അർത്ഥത്തിൽ തന്നെ ഇബ്നു ഹജർ പറയാ. അതേ സമയത്ത് ഹാറൂത്ത് മാറൂത്തിന്റെ കാര്യത്തിലോ അതുപോലെയല്ല. അവരെ തൗബ സ്വീകരിക്കുന്നുണ്ട്, അവർ ആഖിറത്തിലെത്തിയ മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഈ ഖീല മുതൽക്ക് പറഞ്ഞ കാര്യം 4 ആളെ എണ്ണിയത് ശരിയായില്ല. ഇബ്ലീസിന്റെ കാര്യത്തിൽ മാത്രമേ അത് പറയാൻ പറ്റൂ, കാരണം ഓന് തൗഫീഖ് ഉണ്ടായിട്ടില്ലത് വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓന്റെ തൗബ സ്വീകരിക്കൂല. അപ്പൊ ഖീല എന്ന് പറഞ്ഞു തുടങ്ങിയതിനെയാണ് ഇബ്നു ഹജർ അഖൂലു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ലാ യതൂബൂൻ എന്ന് പറഞ്ഞെടുത്തേക്കല്ലത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെഡിയാവോ? ലാ യതൂബൂൻ എന്നതിൽ ഹാറൂത്ത് മാറൂത്ത് ഉണ്ടോ? എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? തൗബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ തന്നെ ഇബ്ലീസിന്റെ കാര്യത്തിലേ ഉള്ളൂ. ഹാറൂത്ത് മാറൂത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ലാ തുഖ്ബലു തൗബത്തുഹും എന്ന് പറഞ്ഞത് അതിന്റെ ലോഹിറിന്റെ മേലിലാണ്. ഇങ്ങനൊക്കെ കിതാബ് ഇവനെന്ത് കിതാബ് അങ്ങനെ ഈ ബാർബർ ഷാപ്പിലെ കസേലയിൽ ഇരുന്നായി കിടന്ന് തിരിയാ. ഓന് തുഹഫി മനസ്സിലായിട്ടില്ല, തുഹഫയുടെ താവ് വരെ തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മളെ അടുത്തേക്ക് തുഹഫ വായിക്കാൻ വന്നതാ. ഈ ഒന്ന് ഞാൻ ഓതിത്തരാം, എനിക്ക് തുഹഫ ഫസ്റ്റ് മുതൽ ഓതണം. അതിന് ആദ്യം നഹവും സർഫൊക്കെ ഒന്ന് പഠിക്കണം. ഒരു കാര്യം മുംകിനാകുന്നതും മുഹാലാകുന്നതും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഖാരിജിൽ വാക്കിയാകലും മുംകിനാവനും തമ്മിലുള്ള ഫർക്ക് പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ എഴുന്നേറ്റ് വന്നതാ. 4 ആൾക്കാരായിട്ട് പൈസ വാങ്ങിയിട്ട് മുണുങ്ങാൻ വേണ്ടി എന്നല്ലാതെ ദീനേറ്റ് എന്ത് ബന്ധമുണ്ടോ താങ്ങൾക്കൊക്കെ? എന്താ ചെയ്യ? എന്നിട്ട് ഇനിയിപ്പോ ഷഹറാനി ഇമാമിന്റെ വിഷയത്തിലേക്ക് വരാം. ഇവനെ മനസ്സിലാക്കാതൊക്കെ തന്നെ മതി, കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ 4 കാര്യം. ഒന്ന്, റിഫായി മാലയിലും മടവൂർ ശൈഖുനയുടെ മദ്ഹിലൊക്കെ പറഞ്ഞത് സാധ്യതയുണ്ട് എന്നാണ്. ആ സാധ്യതയാണ് അല്ലാഹ് തന്നെ പറഞ്ഞത്. ഇബ്ലീസിന് ചാൻസ് ഉണ്ട്, ആ ചാൻസ് അവൻ ഉപയോഗപ്പെടുത്തിയില്ല, അതിനാ തൗഫീഖ് ഇല്ല എന്ന് പറയാം. ചാൻസ് ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോഴാണ് തൗഫീഖ് ഇല്ല എന്ന് പറയാ. അതാണ് എല്ലാം പറഞ്ഞത്. തുഹ്ഫയും അതാണ് പറഞ്ഞത്. ഇബ്ലീസിന് തൗബ ചെയ്യാൻ തൗഫീഖ് ഉണ്ടായില്ല, അതുകൊണ്ട് തൗബ സ്വീകരിക്കപ്പെട്ടില്ല. ഹാറൂത്ത് മാറൂത്തിനോ ഓല് തൗബ ചെയ്തു, ഓൽക്ക് സ്വീകരിക്കപ്പെട്ടു. ഇതൊക്കെ പഠിക്കാതെ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് കയറി വരും. ഇനി ഷഹറാനി ഇമാമ് പറഞ്ഞെങ്കിൽ അതിലേറെ വലിയ രസമാണ്. ഓനെ കൊണ്ട് നമുക്ക് വായിപ്പിക്കാം. വെക്ക്. അവൻ മുസ്ലിമായി എന്ന ഹദീസ് മാത്രം മതി എന്ന് ഇമാം ഷഹറാനി പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അത് കളവാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അത് കളവാണ്, പച്ച കളവാണ്. മഹാനായ ഇമാം ഷഹറാനിയുടെ കിതാബിൽ നീ കരിഞ്ചന്ത നടത്തിയതാണ്. അല്ലെങ്കിൽ നീ ഒന്ന് വായിക്ക്.
നീ പറഞ്ഞത് കളവാണെന്ന് നിന്റെ വായനയിലൂടെ ഞാൻ തെളിയിക്കാം. ഷാറാനി ഇമാമിന്റെ കിതാബ് നീ വായിക്കി, ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. വലം യസലിൽ ഖിലാഫ്, തർക്കം ഉണ്ടായിക്കൊണ്ടേയിരുന്നു, ബൈനൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ. അപ്പൊ ഷഹറാനി ഇമാമിന്റെ കാര്യം, ഞങ്ങളൊരു കിതാബ് വായിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് ആ കിതാബിന്റെ ഇമാമിന് ഫാത്തിഹ ഓതി അവരുടെ മദത് തേടി കാലഘട്ടത്തിലെ മശായിഖന്മാരിൽ നിന്ന് സഹായം തേടി അങ്ങനെയാണ് ഞങ്ങളൊരു കിതാബ് വായിക്കാൻ തുടങ്ങുന്നത് തന്നെ. കിതാബിൽ കരിഞ്ചന്ത നടത്തലും തട്ടിപ്പെടുത്തലൊന്നും ഞങ്ങളെ പണിയല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിൽ പ്രമാണം തന്നെ ഇഷ്ടം പോലല്ലേ, പിന്നെന്തിനാടോ ഈ പണി? എൻ്റെ പണിയാണത്, മുസ്ലിം ജമാഅത്തിന്റെ പണിയാണത്, പേരോടിന്റെ പണിയാണത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ ഭയപ്പെട്ടിട്ടുമല്ല. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് കറക്റ്റ് ചെയ്താണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഓരോ ലഫ്ദും വായിച്ച് അതിന്റെ മഅന ഇന്നതാണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതല്ലാതെ ഒരു കിതാബ് ഞങ്ങൾ വായിക്കില്ല. അതിന്റെ മുന്നിലല്ലേ നിങ്ങൾ പെടുന്നതും. ഇവിടെ എന്താ ഷഹറാനി, ഇവിടെ ഇപ്പൊ ഞങ്ങൾ തെളിവ് വായിച്ചു കഴിഞ്ഞു. അല്ല തന്നെ പറഞ്ഞു പോയി തൗബണ്ട്, നീ രക്ഷല്ല. അല്ല പറഞ്ഞു, അല്ല മലൂനാണ് ഇബ്ലീസ് എന്നൊക്കെ പറഞ്ഞ അല്ല തന്നെ പറഞ്ഞു അവന് തൗബണ്ട്. അതാണ് നമ്മളെ പിടുത്തം, അവിടെയാണ് അടിത്തറ. ഇനി ഷഹറാനി ഇമാം എന്താ പറഞ്ഞേ? അത് ഇനിയും ഞാൻ അത് ആവർത്തിക്കുന്നു എന്നാ പറഞ്ഞു. ആവർത്തിക്കോലോ, കാരണം താങ്കൾക്ക് മുഖില്ല, അത് മനസ്സിലായില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ, ഇതിന്റെ ABCD മനസ്സിലാക്കിയിട്ടില്ലല്ലോ. പൈസ കിട്ടാൻ വേണ്ടി ചാടി ഇറങ്ങിയതല്ലേ. 4 ആൾക്കാർ ഇവനെ കുയിൽ ചാടിച്ചതാണ്. വാളക്കുളൊക്കെ ഉണ്ട് എന്നാ കേട്ടെ. എല്ലാരും കൂടി കുടിക്കാണ് പറഞ്ഞു ഇവർക്ക് പിന്നെ ചെലവൊന്നുമില്ലല്ലോ. പാവാ സാധുവിനെ പെടുത്തിയതാകാം, അല്ലാഹ് അയാൾക്കും ഹിദായത്ത് കൊടുക്കട്ടെ. താങ്കൾക്കും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ ആരിസ് മൗലവിക്കും ചാൻസ് നിലനിൽക്കുകയാണ്. ഹിദായത്ത് വാക്കിയായില്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ല, തൗഫീഖില്ലാത്തതുകൊണ്ട്. ഇനി സംഭവിക്കുമോ? മശായിഖിന്റെ മുന്നിലെത്തിയാൽ ഹിദായത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇക്വാലത്ത് പോയാൽ തൗഫീഖ് ഉണ്ടാവാൻ പ്രയാസം. ഇതന്നെ ഇബ്ലീസിന്റെ കാര്യത്തിലും നടക്കണം. ഇതൊരു പുതിയ സംഭവം ഒന്നല്ല. ഇതെല്ലാ മുസ്ലിം ജമാഅത്ത് നല്ല മനുഷ്യന്മാരുണ്ട്, സുലൈമാൻ ഉസ്താദിനെ പോലെ തവിട്ടാളി. ഈ മോട്ട് കാട്ടുന്ന ഇബ്ലീസിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അന ഖൈറും മിൻഹു, മശായിഖിനേക്കാൾ ഞങ്ങളെ ശൂറയാണ് വലുത് തെരഞ്ഞെടുക്കുന്ന ടീം. ഇതൊക്കെ ഇബ്ലീസിന്റെ അനുയായികളാണ്. ചാൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ട്. നിങ്ങളെ മരണം വരെ ചാൻസ് ഉണ്ട്. മരിച്ചുപോയില്ലേ പലതും, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് ഹിദായത്ത് കിട്ടിയില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി. അതാതിന്റെ സത്യം. നിങ്ങൾക്കും അതേപോലെ തന്നെ, ഇബ്ലീസിനെ മാത്രം പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ഷഹറാനി ഇമാമിന്റെ കിതാബിൽ എന്താ പറഞ്ഞത് അതിപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ഇപ്പോഴും തിരിഞ്ഞില്ല. നാട്ടുകാർക്കൊക്കെ തിരിഞ്ഞ്, കിതാബ് ഓതാത്തവർക്ക് വരെ തിരിഞ്ഞ്, താങ്കൾക്ക് ഇപ്പോഴും തിരിഞ്ഞില്ലല്ലേ? എന്നാ എന്താ താങ്കളെ കൊണ്ട് തന്നെ വായിപ്പിച്ചേരെ. വായിക്കട്ടെ, വായിക്കട്ടെ, ഇനി അടുത്ത് വെക്ക്. കളവ് പറയാ. എന്താ ഇമാം ഷഹറാനി ആ പറഞ്ഞത്? ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ശൈത്വാൻ മുസ്ലിം ആകുമോ ഇല്ലയോ? അതാണ് നമ്മളെ പോയിന്റ്. എന്താ ഷഹറാനി ഇമാം പറഞ്ഞു? വീണ്ടും കളവ് പറയാ. എന്താ ഇമാം ഷഹറാനി ആ പറഞ്ഞത്? ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ശൈത്വാൻ മുസ്ലിം ആകുമോ ഇല്ലയോ? ശൈത്വാൻ മുസ്ലിം ആകില്ല എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. ബാക്കി വേണട്ടോ. എന്തോ പറഞ്ഞ്? ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അത്? ശൈത്വാൻ മുസ്ലിം ആകുമോ ഇല്ലയോ? പോരാ തട്ടിപ്പ്. അവിടെയാണ് കരിഞ്ചന്തള്ളത്. ശൈത്താൻ എന്നല്ലല്ലോ ആ കിതാബിലുള്ളത്, ഇബ്ലീസ് എന്നല്ലേ? എന്തിനാജി ശൈത്താനാക്കിയത്? എന്തിനായി ശൈത്താന്റെ പണിയെടുക്കാൻ പോണ്? എന്തിനാ എനിക്ക് മനസ്സിലായോ? ഇപ്പൊ നേരത്തെ പറഞ്ഞു വെച്ചിന് ഇബ്ലീസ് അല്ലാത്ത ശൈത്താനാണെങ്കിൽ മുസ്ലിം ആകാം എന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് കൊണ്ടുപോകാനാണ് ഷഹറാനി ഇമാമിന്റെ കിതാബിൽ പറഞ്ഞ ഇബ്ലീസിനോ ശൈത്താനാക്കണ്. പക്ഷെ ഞങ്ങൾ എല്ലാ ശൈത്താന്മാരും പിടിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ആ ഇബാറത്ത് ആദ്യം ശരിക്കും വായിച്ചല്ല കേട്ടോ. ശൈത്താന്ന് മിണ്ടിപ്പോയത് ഇബ്ലീസിന്റെ വർത്താനം അവിടെ പറയാൻ പാടുള്ളൂ. വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാ, പണ്ഡിതന്മാർക്കിടയിൽ തർക്കം നടന്നുകൊണ്ടേയിരുന്നു. ഫീ ഇബ്ലീസ്, ശരിക്കും ശ്രദ്ധിക്കും ഇബ്ലീസേ, ഫീ ഇബ്ലീസ്, ഇബ്ലീസിന്റെ കാര്യത്തിൽ. എന്താ തർക്കം? ഹൽ യസ്ലഹു അൻ യുസ്ലിമ,
ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റുമോ? യസ്ലഹു എന്നുള്ള ഫിഅലിന്റെ ഫാഇൽ ഇബ്ലീസ്, ഇബ്ലീസിലേക്ക് മടങ്ങുന്ന ദമീർ. അംല പറ്റുകയില്ലേ? അപ്പൊ തന്നെ മനസ്സിലാക്കിയുടെ ഇത് മുഹാലല്ല. ഇബ്ലീസ് മുസ്ലിം ആവുക എന്നത് മുഹാലാണെങ്കിൽ തർക്കണ്ടാവോ? മുഹാലിൽ പിന്നെ തർക്കണ്ടാവോ? താങ്കളുടെ വാദം മുഹാലാണ്, അസംഭവ്യമാണ്. അസംഭവ്യമായ ഒരു കാര്യത്തിൽ പിന്നെ തർക്കണ്ടാവോ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ അത് മുംകിനാണ്. അതല്ലേ ഉലമാഇന്റെ അടുക്ക് തർക്കം വന്ന്. തർക്കം എന്ന് പറഞ്ഞാൽ ഒരു ടീം എന്ത് വാദിച്ചു? മുസ്ലിം ആകും എന്ന് വാദിച്ചു ഇബ്ലീസ് തന്നെ. അപ്പോഴല്ലേ തർക്കം. തർക്കം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഫർക്ക് വേണ്ടേ? ഒരാൾ മുസ്ലിം ആകൂല എന്ന് വാദിക്കുന്നു, അതൊക്കെ. മുസ്ലിം ആകുന്നു വാദിക്കുന്നു, അത് മനസ്സിലായാലും അത് മുഹാലല്ല എന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ അവിടെയാണ് കരിഞ്ചന്ത ഇബ്ലീസ് ശൈത്താനാക്കി. എന്നിട്ട് അവിടെ ആ ഖിലാഫ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇത് മുഹാലല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. മനസ്സിലായില്ല. ഇനി ബാക്കി വായിക്കട്ടെ. അവർക്ക് തെളിവെന്താണ്? ഈ ഹദീസാണ്. ആ ഹദീസിൽ ഫഅസ്ലമു എന്നാണ് വായിക്കേണ്ടത്. മുസ്ലിം ആകുമോ ഇല്ലയോ? ശൈത്താൻ മുസ്ലിം ആകില്ല എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. അവർക്ക് തെളിവെന്താണ്? ഈ ഹദീസാണ്. ആ ഹദീസിൽ ഫഅസ്ലമു എന്നാണ് വായിക്കേണ്ടത് എന്നാണ് അവർ പറയുന്ന തെളിവ്. വേറൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു അസ്ലമ എന്നാണ് വായിക്കേണ്ടത്, അപ്പൊ ശൈത്താൻ മുസ്ലിം ആകും എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന്. ഈ പറഞ്ഞതിൽ രണ്ടഭിപ്രായം ഇമാം ഷഅറാനി എടുത്തുദ്ധരിച്ചു എന്നതല്ലാതെ ഇമാം ഷഅറാനി എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇമാമുമാരുടെ കിതാബ് വായിച്ചിട്ട് പച്ച നോണ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പറഞ്ഞിട്ട് ഒന്നും ഇമാം ഷഅറാനി പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം, ആളുകൾ പഠിക്കട്ടെ. വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാ, ഉലമാക്കൾക്കിടയിൽ തർക്കം വന്നുകൊണ്ടേയിരുന്നു എല്ലാ കാലത്തും. ഫീ ഇബ്ലീസ്, ആരുടെ കാര്യത്തിൽ? ഇബ്ലീസിന്റെ കാര്യത്തിൽ. എന്താ തർക്കം? ഹൽ യസ്ലഹു, പറ്റുമോ? അൻ യുസ്ലിമ, ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റുമോ? അംല, പറ്റുകയില്ലേ? ഇനി കേട്ടോ, ശരിക്കും പഠിച്ചോ. വമബ്നൽ ഖിലാഫ്, ഈ തർക്കത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത് വേറെ ആളെ കൗലുദ്ധരിച്ചല്ല, ഷഅറാനി ഇമാമിന്റെ വാക്കാണത്. ഈ ഉലമാഇന്റെ ഇടക്ക് തർക്കത്തിന്റെ മാനദണ്ഡം അലാ ലബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅആനനില്ലാഹു അലൈഹി ഫാസിലം. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഉദ്ധരിച്ച ആ ഹദീസിൽ ഫാസിലമ എന്നത് എങ്ങനെ ലബ്താക്കണം എന്നതിന്റെ മേലിലാണ് തർക്കം. ഇതാരുടെ വാക്ക്? ഷഅറാനി ഇമാമിന്റെ വാക്ക്. മബ്ന, ഈ തർക്കത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതിൽ എടുക്കപ്പെട്ടതാണ് ഈ തർക്കം എന്നാ പറഞ്ഞ്. അതെങ്ങനെ വിശദീകരിച്ചു? ഫഇന്ന മിൻഹും, അവരിലുണ്ട്, മൻ ലബത അസ്ലമു ബിളമ്മിൽ മീമി, മീമിന് ലമ്മു കൊണ്ട് അസ്ലമു എന്ന് പറഞ്ഞവരുണ്ട്. ഐ ഫഅസ്ലമു അന മിൻഹു, എന്റെ കൂടെ പിശാചുണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ലബത്താക്കിയവരുണ്ട്. അപ്പോ തർക്കം വന്നപ്പോ ഒരു ടീം ഈ ഹദീസിനെ അസ്ലമു എന്ന് വായിച്ചു, മുസ്ലിം ആകൂല എന്ന് പറഞ്ഞു. ഓക്കേ. എന്നാൽ വമിൻഹും, ഉലമാഇലുണ്ട്, മൻ ലബത്തഹു, ഈ ഹദീസിനെ ലബത്താക്കിയവർ, ബിഫത്ഹിൽ മീമി, മീമിന് ഫത്ഹ് കൊണ്ട്, ഫഅസ്ലമ, ആ ശൈത്താൻ മുസ്ലിമായി. അതിനെല്ലാം വായിച്ച അർത്ഥം വെച്ച്. അപ്പൊ ഷഅറാനി ഇമാം അവിടെ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, ഇബ്ലീസ് മുസ്ലിമാകുമോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. രണ്ട്, ആ തർക്കത്തിന്റെ മാനദണ്ഡം ആ ഹദീസാണ്. ഏത് ഹദീസ്? ഫഅആനനില്ല എന്ന് പറഞ്ഞ ഹദീസാണ്. ആ ഹദീസിൽ അസ്ലമു എന്ന് ചിലർ വായിച്ചു. അവര് പറയുന്നു മുസ്ലിം ആകൂല ഇബ്ലീസ്. അതേ സമയത്ത് ചിലർ അസ്ലമ എന്ന് വായിച്ചു ഫത്ഹ് കൊണ്ട്. അപ്പൊ ആ വായന അനുസരിച്ച് അവര് പറയുന്നു ഈ ഹദീസ് ഞങ്ങൾക്ക് തെളിവാണ്, മുസ്ലിമാകും. ഇതാണ് അതിന്റെ മബ്ന. മബ്ന എന്നത് മറ്റൊരാളെ കൗലെടുത്ത് ഉദ്ധരിച്ചതല്ല, അത് ഇമാം ഷഅറാനിയുടെ വാക്കാണ്. അപ്പൊ ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നു മുസ്ലിമാകും
എന്നു പറഞ്ഞവർ ഈ ഹദീസാണ് രേഖയാക്കുന്നത്. ആ ഹദീസ് അസ്ലമ എന്ന് വായിച്ചുകൊണ്ട് അവർ തെളിവ് പറയുന്നു. അപ്പൊ ഇതിന്റെ മബ്ന ഇതാണ് എന്നും ആ പറഞ്ഞതാണ് ഖിലാഫിന്റെ കാരണമെന്നും ഇമാം ഷഅറാനി പറഞ്ഞു. എന്നാൽ അങ്ങനെ വായിക്കരുത് എന്ന് പറഞ്ഞോ? ഇല്ല, വായിച്ചില്ല. അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് പറയാം, ഇതാണ് അതിന്റെ മബ്ന. പിന്നാടെ അസ്ലമു എന്നാണ് വായിക്കേണ്ടത്, അസ്ലമ എന്നല്ല. ഒന്നും പറഞ്ഞില്ലല്ലോ, ഇതാണ് ഇതിന്റെ മബ്ന. അപ്പൊ ഇമാം ഷഅറാനി അവിടെ സമ്മതിക്കാണ്. ഒരു തർക്കമുണ്ട്, തർക്കത്തിന്റെ മാനദണ്ഡം ഈ ഹദീസാണ്. ഈ ഹദീസിൽ ചില ഉലമാ അസ്ലമ എന്ന് വായിച്ചിട്ടുണ്ട്, അത് ഓക്കെയാണ്. ആ അർത്ഥത്തിൽ അവർക്കത് തെളിവാണ് ഇബ്ലീസ് മുസ്ലിമാകുമെന്നതിന്. ഇത് കിട്ടൂലേ? ഏത് പൊട്ടനും മനസ്സിലാവില്ല ഇത് കിട്ടുന്നു. നീ പറയണം കേട്ടോ അടുത്ത വരവിന്, എനിക്കത് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലാവില്ല. ഈ ആദ്യം മീസാൻ മുതൽ പഠിച്ചു മബ്ന, അതുപോലെ തന്നെ ഇത് രണ്ടും ഷഅറാനി ഇമാമിന്റെ വാക്ക്. അത് മതി, അതിന് ആ വാക്കില്ല അതുണ്ട്. ഇത്ര ബോധമില്ലാത്ത പൊട്ടനായത് ഞാൻ ഓർത്തില്ല കേട്ടോ. ചെറിയൊരു ബോധമൊക്കെ ഉണ്ടാവുന്ന നിന്റെ ഒരു വെപ്പ് അതും പോയി. അതാ തുഹ്ഫ വായിച്ചപ്പോ തന്നെ പോയി. പിന്നെ ഇതും കൂടി ആയപ്പോ കഴിഞ്ഞു. അതാ ഏടുന്നതൊക്കെ മുസ്ലിം ജമാഅത്തിന്റെ AP സമസ്തന്റെ വലിയ വലിയ മുഫ്തിമാരല്ലേ അത്. ഒരു ആദർശം, ഒരു വിഷയം ഷഅറാനി ഇമാം പറഞ്ഞിട്ട് അതിൽ ഇന്ന കാര്യം ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തവനൊക്കെ മുശാവറാവാൻ പോണിനി. അദ്ദേഹം പറഞ്ഞ കിതാബ് പോലും നിങ്ങളെ കയ്യിലില്ല എന്നുള്ളത് വളരെ വ്യക്തം. ഇനി പറയട്ടോ ഒന്നുകൂടി ആ വിഷയത്തിൽ. അടുത്ത് നോക്ക്. ഒരിക്കലും മുസ്ലിം ആകില്ല എന്ന് ഇമാം ഷഅറാനി രേഖപ്പെടുത്താൻ ഇമാം പറയാണ്. ഇമാം ഷഅറാനി അതിനെയാണ് റാജിഹാക്കിയത്. എവിടെ റാജിഹാക്കി? ഇമാം ഷഅറാനി ഹദീസിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം പറഞ്ഞു എന്നതുകൊണ്ട് ഷഅറാനി ഇമാമിന്റെ അഭിപ്രായമാകും അത്? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുള്ളത് വിശദീകരിച്ചു എന്നതുകൊണ്ട് അത് ഇമാം ഷഅറാനിയുടെ അഭിപ്രായമാകുമോ? എന്തൊക്കെ തട്ടിപ്പാണ് ചെങ്ങാതി നടത്തുന്നത്. എന്തിനു വേണ്ടിയാണെന്നാണ് ഓർക്കേണ്ടത്? ഇബ്ലീസിനെ തൗബ ചെയ്യിപ്പിക്കാനാണ്. ഇബ്ലീസിനെ തൗബ ചെയ്യിപ്പിക്കാനല്ല, ശറഹിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം. ഇബ്ലീസിന് ചാൻസ് ഉണ്ട് എന്ന് അല്ല പറഞ്ഞത് ഇവിടെ സ്ഥിരപ്പെടുത്താൻ. ഇഫായി ഷെയ്ഖിന്റെ വാക്ക് സ്ഥിരപ്പെടുത്താൻ, മടവൂരി ഷെയ്ഖിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് സ്ഥിരപ്പെടുത്താൻ, നിങ്ങളെപ്പോലെയുള്ള ഇബ്ലീസുകളെ മലർത്തി അടിക്കാൻ. ഷഅറാനി ഇമാമ് സ്വന്തം പറഞ്ഞതല്ല, അക്ക സ്വന്തം പറഞ്ഞതാണ്. എന്തായാലും സ്വന്തം പറയാത്തുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വന്തം പറഞ്ഞല്ലേ. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ മാനദണ്ഡം ഈ ഹദീസാണ്. അസ്ലമു എന്ന് വായിക്കുന്നതനുസരിച്ച് അതിന് തെളിവുണ്ടാവില്ല, അസ്ലമ എന്ന് വായിക്കുന്നതിനനുസരിച്ച് തെളിവുണ്ട്. ഇത് ഷഅറാനി ഇമാമിന്റെ വാക്കല്ലേ? ആ വാക്കിനെ മുമ്പ് ഗണ്ണിച്ചിട്ടുണ്ടോ? അപ്പൊ വ്യക്തമായില്ലേ, അസ്ലമ എന്ന് വായിക്കുന്ന പണ്ഡിതരുണ്ട്. ആ പണ്ഡിതർക്ക് ഇബ്ലീസ് നന്നാകുമെന്ന വാദമുണ്ട്. അതിനെ ഗണ്ണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ വാദത്തെയാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പ്രബലമാക്കിയത്. എവിടെ? താങ്കൾ നേരത്തെ വായിച്ച കിതാബിൽ അൽ യവാഖീത്ത് വൽ ജവാഹിറിൽ നിന്ന്. അത് താങ്കൾ തന്നെ അറിയാതെ വായിച്ചു പോകുന്നുണ്ടല്ലോ. വായിക്ക് ഇവനെ കൊണ്ട് തന്നെ വായിപ്പിക്കാം. വായിക്കട്ടെ. ഒന്ന്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പണ്ഡിതന്മാർ തർക്കമുണ്ടാകാനുള്ള കാരണം ഈ ഹദീസ് എങ്ങനെ വായിക്കണം എന്നതിലുള്ള തർക്കമാണ് ഈ വിഷയത്തിലേക്ക് എത്തിപ്പെട്ടത്. 3, അസ്ലമ എന്ന് വായിക്കുന്നവർക്കാണ് ഇത് തെളിവാകുക ഇബ്ലീസ് മുസ്ലിമാകും എന്നതിന്. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഹദീസിന്റെ മറ്റ് റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം ശൈത്താൻ കാഫിറായിരുന്നു, അവൻ മുസ്ലിമായി തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വായിക്കണം എന്നാണ് മനസ്സിലായത്. പിന്നെ ചെറിയൊരു ന്യൂനപക്ഷം അസ്ലമൂന്ന് വായിച്ചിട്ടുണ്ട്. അതൊരു അഭിപ്രായമാണ്. പക്ഷേ ഹദീസിന്റെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോ അത് അസ്ലമ എന്ന് തന്നെ വായിക്കണം. അതാണ് പ്രബലം. ഇതാണ് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ്. ഇവനെ കൊണ്ട് ഇതിനുവേണ്ടി നല്ല നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഖണ്ഡനം നടത്തല. സത്യം പറയാം, അത് ശരിയാ, സത്യം. മുജാഹിദ് ബാലുശ്ശേരിയുമായിട്ട് ഖണ്ഡനം നടത്തലാണ് നിനക്ക് നല്ലത്. അതാവുമ്പോ രണ്ടു കൂട്ടരും നീ തട്ടിപ്പ് നടത്തിയ അത് തിരിച്ചറിയാനുള്ള വിവരമൊന്നും അയാൾക്കില്ല. അതുകൊണ്ട് നിനക്ക് വലിയ ആളാകാൻ പറ്റും. പക്ഷെ നമ്മളെടുത്ത് നടക്കൂല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇമാമുമാരെ തള്ള ഒരു ചെറിയ ന്യൂനപക്ഷം ഇബ്ലീസ് മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാൾ പ്രാമുഖ്യം ഇതിനാണെന്ന് എല്ലാ ഇമാമുമാരും പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് പറയന്നെ. ഒരു ചെറിയ ന്യൂനപക്ഷം, ആരാണ് ആ ന്യൂനപക്ഷം? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു,
അതേപോലെ ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ ഒരു ഭാഗം ഇതിലൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, അസ്ലമു എന്ന് വായിച്ചിട്ട് ഈ ഹദീസിൽ നിന്ന് അതിന് തെളിവില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അവിടത്തിന് സുഫ്യാൻ ഇബ്നു ഉയൈന തങ്ങളെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിൽ രണ്ടും വായിക്കാമെങ്കിലും പ്രബലമായത് അസ്ലമ എന്ന് വായിക്കലാണ് എന്ന് നിങ്ങളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇമാം ഷഅറാനി തന്നെ പറഞ്ഞിട്ടില്ലേ? അതാണ് വലഫ്ദുൽ ഹദീസ് ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് നഅം അതാ വഫീ ബഅദി തുറുഖിൽ ഹദീസ് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, ഹദീസിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ട് ഇബ്ലീ എന്റെ കൂടെയുള്ള ശൈത്താൻ ഖൈർ കൊണ്ടല്ലാതെ കൽപ്പിക്കൂല. അവിടെ ഇമാം അവറുകൾ എഴുതി ഫഹാദിഹി സിയാദത്തു, ഹദീസിന്റെ റിപ്പോർട്ടിൽ വന്ന ഈ സിയാദത്ത്, ഈ വർധനവ്, ഏത് വർധനവ്? ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ എന്ന ആ വർധനവ് തദുല്ലു, അത് അറിയിക്കുന്നു അലാ അന്നഹു യസിഹു ഇസ്ലാമുഹു, ഇബ്ലീസിന്റെ പിശാചിന്റെ ഇസ്ലാം സ്വഹീഹാകും എന്നതാണ് ഈ സിയാദത്ത് അറിയിക്കുന്നത്. അപ്പൊ ഹദീസിനെ വിലയിരുത്തുമ്പോ പല റിപ്പോർട്ടുകളും നോക്കിയാണ് വിലയിരുത്തുക. അപ്പൊ ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു, അവൻ മുസ്ലിമായി, അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഖൈർ കൊണ്ടല്ലാതെ കൽപ്പിക്കുന്നില്ല. അപ്പൊ മനസ്സിലായി അസ്ലമ എന്ന് വായിക്കണം. അതുപോലെ തന്നെ ചില റിപ്പോർട്ടിൽ ശൈത്താൻ കാഫിറായിരുന്നു, അങ്ങനെ പിന്നെ അവൻ മുസ്ലിമായി എന്ന് തന്നെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ അസ്ലമയാണ് വായിക്കേണ്ടത് എന്ന് ഷഅറാനി ഇമാം തന്നെ വഫീ ബഅദി തുറുഖിൽ ഹദീസ് എന്ന് പറഞ്ഞ് ശരിയാക്കി. അവിടെ വളരെ കൃത്യമാണിത്. ഇനി അതിപ്പോ അവിടെ ഒന്നും പോണ്ട. ശറഹ് മുസ്ലിമിൽ ഇമാം നബവി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് വായിക്കേണ്ടത്. ഖത്താബി പറഞ്ഞു റഫ് കൊണ്ട് വായിക്കണം. എന്നാ റജ്ജഹൽ ഖാദി ഇയാദ് അൽ ഫത്ഹ, ഖാദി ഇയാദ് പറഞ്ഞു അസ്ലമ എന്നാണ് വായിക്കേണ്ടത്. വഹുവൽ മുഖ്താർ, അതാണ് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്താറായ അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞു, അതാണ് പ്രബലം. അസ്ലമ എന്ന് വായിക്കലാണ് പ്രബലം. ഇനിയിപ്പോ അങ്ങനെ അസ്ലമ എന്ന് വായിച്ച് ഓൽക്കത് തെളിവാവില്ലാതേ ഉള്ളൂ. അസ്ലമ എന്ന് വായിച്ചവർക്കൊക്കെ ഇബ്ലീസ് മുസ്ലിമാവുന്നുള്ളതിന് തെളിവായി, അല്ലാത്തവർക്ക് തെളിവാകണ്ട, അത്രയല്ലേ ഉള്ളൂ. മുഹാലല്ല അല്ലാന്ന് എനിക്ക് ഉറപ്പായില്ലേ? മുഹാലാണെങ്കിൽ തർക്കം വരുമോ? അപ്പൊ അതിൽ ശറഹ് മുസ്ലിമിൽ തന്നെയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഖിലാഫിന്റെ മാനദണ്ഡം ഈ ഹദീസാണ്. ഈ ഹദീസിൽ അസ്ലമ എന്ന് വായിച്ചവർക്ക് ശൈത്താൻ മുസ്ലിമാകും എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അതിനെ റദ്ദ് ചെയ്തിട്ടില്ല ഇമാം ഷഅറാനി. മബ്നൽ ഖിലാഫ് എന്നത് ഷഅറാനി ഇമാമിന്റെ വാക്കാണ്. എന്നിട്ട് അല്യവാഖീത്തിൽ മഹാനവറുകൾ മറ്റു ത്വരീഖുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശൈത്താൻ മുസ്ലിമാകും എന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആർക്കാണ് ഇത് അവ്യക്തത ഉള്ളത്? എല്ലാവർക്കും കാര്യം മനസ്സിലായി, എല്ലാവർക്കും വ്യക്തമായി. അപ്പൊ പിന്നെ അതിന്റെ ശേഷം ഫലാ യസിഹു അൻ യുസ്ലിമ എന്ന് പറഞ്ഞതോ, അത് റൂഹുൽ ബയാൻ നേരത്തെ പറഞ്ഞു തൗഫീഖില്ല. അതുകൊണ്ട് ഇത്രയും ചാൻസ് ഉണ്ടായിട്ടും അവൻ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് വുഖൂ ഇല്ല. ഇനി വുഖൂ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സ്പെഷ്യൽ ഇടപെടൽ വേണം. ആ സ്പെഷ്യൽ ഇടപെടലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയുള്ള ശൈത്താന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇനി അവിടെ ഒറ്റ കാര്യം കൂടി പറയാം. നേരത്തെ നമ്മൾ വായിച്ച അൽ ജവാഹിറു വദ്ദുറർ ഈ മൗലവി വായിച്ചപ്പോ ഓൻ പറയുന്നുണ്ട്, അതിന്റെ ആദ്യ ഭാഗത്തുണ്ട് ചില സംഗതികൾ, അതും കൂടി വായിച്ച നിങ്ങളെ കഥ എടുക്കാണ്ടാവില്ല. അതൊന്നും പറഞ്ഞോട്ടെ വെക്ക്, അടുത്ത് വെക്ക്. ശൈത്താൻ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല. നബി തങ്ങളുടെ കൂടെ ഒരു ശൈത്താൻ ഉണ്ടായിരുന്നെന്നും അവനെ മുസ്ലിമാക്കി എന്നുമുള്ള ആ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് വേറെ ചില ത്വരീഖുകളിലൂടെ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. അതിനകത്ത് മറ്റേ ഹദീസിൽ ഇല്ലാത്ത ഒരു ഭാഗം കൂടിയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞു വിശദീകരിച്ച്. അടുത്ത് വെക്ക്. അതൊക്കെ നമ്മൾ വായിച്ച് ക്ലിയർ ചെയ്തല്ലോ. ഇനി ഇതിന്റെ ആദ്യത്തിൽ ചില സംഗതി ഉണ്ട് എന്നും കൂടി പറയുന്നുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ, എന്നാ നമുക്ക് നിർത്താം. ാണ് സത്യത്തിൽ. ഏതായാലും അതുകൂടി ഒന്ന് വായിക്കാം. അതിന്റെ ആ പാരഗ്രാഫിന്റെ തുടക്കം മുതൽ നിങ്ങൾ കേട്ടോളൂ. ഖുൽതു ശൈഖിന റളിയല്ലാഹു അൻഹു, ഇമാം ഷഅറാനി പറയാ, ഞാൻ എന്റെ ശൈഖിനോട് ചോദിച്ചു, മഹാനായ അലിയുൽ ഖവാസ്
റഹിമഹുല്ല മഹാനവറുകളോട് ചോദിച്ചു. ചോദ്യം തന്നെ കേട്ടോണം. കൈഫ ശഖിയ ഇബ്ലീസു, ഇബ്ലീസ് എങ്ങനെയാണ് പരാജിതനായി പോയത്? വല്ലാഹു തആല വസഫഹു ബി അന്നഹു യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല തന്നെ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ പറഞ്ഞത് ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന്. അതേപോലെ വബി ഖൗലിഹി ലില്ലദീ യുവസ്വിസു ലഹു വ കഫറ, അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ വസ്വാസ് ഉണ്ടാക്കിയിട്ട് വഴിപിഴച്ചു പോയ ഒരാൾ, അയാളോട് അവൻ പറഞ്ഞു ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാട്ടോ, നീ പിഴച്ചു പോയതിന് നീ മാത്രമാണ് ഉത്തരവാദി എന്ന് ഇബ്ലീസ് പറയും. എന്നിട്ട് ഇമാം ഷഅറാനി പറയാ വമൻ യഖാഫുല്ലാഹ തആല മുവഹിദുൻ ബിലാ ശക്കിൻ, അല്ലാഹനെ പേടിക്കുന്ന ഒരാൾ എന്തായാലും മുവഹിദായിരിക്കുമല്ലോ. വളരെ വ്യക്തമായൊരു ചർച്ചയിലേക്കാ പിന്നെ കടന്നത്. ഷഹറാനി ഇമാമിന്റെ വലം യസലിൽ ഖിലാഫു എന്നുള്ള ഇബാറത്തിന്റെ മുമ്പുള്ളതെന്ന് പാവന്ന് വായിച്ചു നോക്കിയതാണ്. എല്ലാ കഥയും തീരും മോനെ. എന്തായാലും പറഞ്ഞ് ഇപ്പൊ ഈ വായിച്ചെടുത്തന്നെ ഇടയുള്ള ഞാൻ എൻ്റെ ഷെയ്ഖായ അലിയിൽ ഖവാസ് തങ്ങളോട് ചോദിച്ചു, കൈഫ ശഖിയ ഇബ്ലീസ്, ഇബ്ലീസ് എങ്ങനെയാണ് വഴി പിഴച്ചത്? വല്ലാഹു തആല വസഫഹു ബി അന്നഹു യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇബ്ലീസ് അല്ലാഹനെ ഭയപ്പെടുന്നുണ്ട് എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പുതിയ സംഭവങ്ങൾ വരികയാണ്. ഇബ്ലീസ് പറഞ്ഞിട്ടത്രേ ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നുണ്ട്. അയാളെ പറഞ്ഞ് സൂറത്തുൽ അൻഫാലിൽ ബദറിന്റെ രംഗം അവിടെ കാണാ ഇബ്ലീസ് അബൂജഹലിന്റെ കയ്യും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഓൻ പറയാണ് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു. ഇബ്ലീസിന്റെ വാക്ക് കുടുങ്ങോലപ്പോ ഇബ്ലീസിനെ കൊണ്ട്, ഇബ്ലീസാണല്ലോ ഇപ്പോ ബലക്കാട്ടി സാർ എന്ന് തോന്നിപ്പോ. കാരണം ഇബ്ലീസ് പറയാണ് ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു. ഇനി മാത്രല്ല വേറൊരു സന്ദർഭം പറയാ, കമസലി ശൈത്താൻ ഇത് ഖാല ലിൽ ഇൻസാനി കുഫുർ, ശൈത്താന്റെ രൂപം പറയാണ്. ഓനൊരു മനുഷ്യനോട് പറഞ്ഞു ജ അല്ലാഹനെ നിഷേധിച്ച് കാഫിറാക്. ഫലമ്മാ കഫറ, ഓന്റെ പ്രേരണ കൊണ്ട് ഈ മനുഷ്യൻ കാഫിറായപ്പോ ഖാല, ഓൻ പറയാണ്, ഓൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, അവനോട് പറയില്ല, ഇന്നി ബരീഉം മിൻക, ഈ കാഫിറായില്ലേ, അന്റെ ഈ പണിയിൽ ഞാനില്ല, ഞാനായിന്ന് ഒഴിവാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, കാഫിറാകാൻ ഇന്നെ കിട്ടൂല എന്ന് ഇബ്ലീസ് പറഞ്ഞു. ഈ ആയത്ത് വെച്ചിട്ടാണ് ഷഹറാനി ഇമാം ചോദിക്കുന്നത് ഷെയ്ഖിനോട്, ഷെയ്ഖവറുകളെ ഈ കോലത്തിൽ സംഗതിയായപ്പോ ഇബ്ലീസ് മുശ്രിക്കാന്ന് എങ്ങനെ പറയും? ഇതൊക്കെ മുഅ്മിനീങ്ങളെ വർത്താനല്ലേ? അങ്ങനെ വരെ ചർച്ച നടന്നിനിവിടെ. എന്നിട്ടാജി മുഹാല എന്ന് പറഞ്ഞാൽ അതൊന്നും വരൂല. ഇബ്ലീസ് ഇന്നി അഖാഫുല്ല പറയാണ്, ഖുർആനാണ്. അപ്പൊ ഇമാം ഷഹറാനിയുടെ ഷെയ്ഖായ അലിയിൽ ഖവാസ് തങ്ങൾ പറയാണെന്ത്, ഓൻ തന്നെ വായിക്കുന്നുണ്ട്, വെച്ചെടുക്ക്. ിൽ നിന്ന് ഒഴിവാകുന്നവനും മുഅ്മിനാകുമല്ലോ, സത്യവിശ്വാസിയാകുമല്ലോ, സംശയമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് ഇങ്ങനെ പരാജിതനായി പോയത്? അപ്പോ മഹാനവറുകൾക്ക് കൊടുക്കുന്ന മറുപടി, ഫഖാല റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മറുപടി പറയാൻ, ഹാദിഹി ഹികായത്തുല്ലാഹി തആല അൻഹു ഫീ ദാലിക്കൽ വഖ്തി, അവനാ പറഞ്ഞത് ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞതും നീ തെറ്റുകാരനായി പോയി, ഞാൻ അതിലില്ലോട്ടോ, ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞതുമൊക്കെ അല്ലാഹു തആല ഇബ്ലീസിന്റെ വാക്ക് എടുത്തുദ്ധരിച്ചതാണ്. അല്ലാഹ് പറഞ്ഞതല്ല, ഇബ്ലീസ് പറഞ്ഞത് എടുത്തുദ്ധരിച്ചതാണ്. വലാ യൽസമു മിൻ ഖൗലിഹി ദാലിക അൻ യകൂന മുഅ്തഖിദൻ ലഹു ഫിൽ ബാത്തിൻ, ആ വാക്കിൽ നിന്ന് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയായിക്കൊണ്ട് പറഞ്ഞതാണ് എന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. അതാണ്. അപ്പൊ എന്തായി? നിങ്ങൾ ഇബ്ലീസിനെ കൊണ്ട് കുടുങ്ങാഞ്ഞ് വേറെ എവിടെയും പോണില്ല കേട്ടോ. ഇബ്ലീസ് ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അപ്പൊ അവൻ പറയാ അത് ഇബ്ലീസിന്റെ വാക്ക് അല്ലാഹ് എടുത്തുദ്ധരിച്ചതാണ്. അല്ല, ഇബ്ലീസിന്റെ വാക്ക് അല്ലാഹ് എടുത്തുദ്ധരിച്ചാ പിന്നെ അത് അല്ലാഹന്റെ വാക്കായി. അപ്പോ അല്ലാഹ് ഇബ്ലീസിൻ്റെതായിട്ടുള്ള ഉദ്ധരിക്കണ്. എന്താ ഇബ്ലീസ് പറഞ്ഞു? ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു. പിന്നെ എങ്ങനെ ഓൻ കാഫിറാകുക എന്നാണ് ചോദ്യം. അപ്പൊ ഷഹറാനി ഇമാമിന്റെ ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ്, മോനെ പറഞ്ഞത് ശരി തന്നെ, ഓൻ പറഞ്ഞിട്ടുണ്ട് ഇന്നി അഖാഫുല്ലാ, പക്ഷെ അവന്റെ ഉള്ളിൽ അതുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ.
അപ്പൊ ഉള്ളിൽ ഓനിത് ഉണ്ടാവില്ല, മുനാഫിക്കിന്റെ സ്വഭാവമായിരിക്കും. ഉള്ളിൽ ഓന് കുഫ്റന്നെ ഉണ്ടാകുക, പുറത്തു ഓൻ അങ്ങനെ പറഞ്ഞതാകും ഒരു സാധ്യത. അതാണ്. ഈ വേറൊരു സാധ്യതയും കൂടി ഉണ്ട് അവിടെ. അതും കൂടി വായിച്ചാൽ മുസ്ലിം ജമാഅത്ത് പിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവൻ ആ സാധ്യത വായിച്ചപ്പോൾ അതിന്റെ രണ്ടാമത്തെ വരിയാ വായിച്ച, അതിന്റെ ഒരു വരി കട്ട് അത് വായിച്ചു കൊടുക്കലാണ് ഇനി നമ്മളെ പണി. ഇജ്ജ് എന്തിനാ തുടങ്ങാൻ പോയി? കഷ്ടകാലത്തേക്ക് പോകാൻ പോകണം. ഒന്നുകൂടി വഹിച്ചു കൊടുക്കുമ്പോൾ ഓൻ വായിക്കേണ്ട അടുത്ത്. ഇബ്ലീസ് പരാജിതരായി പോയത് ലോകത്താദ്യമായി ശിർക്കും കുഫറും കൊണ്ടുവന്നവൻ, കാണിച്ചു കൊടുത്തവൻ ഇബ്ലീസാണ്. ഫഔസാഉ ജമീഇ അഹ്ലിന്നാരി അലൈഹി മിൻഹാ നദീറുഹ. നരകവാസികളുടെ മുഴുവൻ കുറ്റത്തിന്റെയും ഒരു ഓഹരി അവനുള്ളതാണ്, ഇബ്ലീസിനുള്ളതാണ്. എന്നിട്ട് പറയാണ് വലം യസലിൽ ഖിലാഫു ബൈനൽ വരിണ്ട്. അതോ കണ്ടേനല്ല. ഇനി ആ എമ്മക്കൊന്ന് വായിച്ചു നോക്കാം. ഇബ്ലീസ് ഇന്നി അഖാഫുല്ലാ എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് എന്റെ മനസ്സിലില്ല, നാവുകൊണ്ടേ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു മറുപടി. ഇനി അടുത്ത മറുപടി ഏതാ അറിയോ? ഒബി തഖ്ദീരി അൻ യകൂന മുഅ്തഖിദൻ ലിൽ ഈമാൻ ഫീ ദാലികൽ വഖ്തി. ആ പറഞ്ഞ സമയത്ത് അവന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്ന തഖ്ദീർ അനുസരിച്ച് അങ്ങനെയും അവിടെ സങ്കല്പിക്കാം. രണ്ട് ശിഖ് മൂപ്പര് പറയാണ്. ഒന്നുകിൽ മനസ്സിൽ വിശ്വാസം ഉണ്ടാവില്ല, അങ്ങനെ പറഞ്ഞതാകും. അല്ലെങ്കിൽ ആ പറഞ്ഞ നേരത്തോന് വിശ്വാസം ഉണ്ടാകും. ഫലാ യൽസമു ഇസ്തിസ്ഹാബുഹു. പക്ഷെ അത് അവന്റെ മരണം വരെ തുടരണം എന്നില്ലല്ലോ. ഒന്നുകൂടി സൂക്ഷിച്ചു വായിച്ചാൽ ഞങ്ങളെ കഥ എന്തായി? ഇന്നി അഖാഫുല്ലാന്ന് ഇബ്ലീസ് പറഞ്ഞ നേരത്ത് ഓനത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് തന്നെ തഖ്ദീർ ചെയ്യാം. അതായി വായിക്കാന്നില്ലേ അത്? എന്നിട്ട് മുമ്പ് പറയാ മുശ്രിക. പക്ഷെ മരണ നേരത്തോ മുശ്രിക്കായി മരിക്കാലോ. കാരണം ഓനാണല്ലോ ആദ്യം ഫിത്ന ഉണ്ടാക്കിയത്. ഇവിടെ ഓൻ അന്ന് തന്നെ അള്ളഹാനോട് തർക്കിച്ചവനാണല്ലോ. അപ്പൊ ഇടക്കാലത്തൊന്ന് ഈമാന് വന്നു, പക്ഷെ ലാസ്റ്റ് അത് പോകാലോ. അങ്ങനെ കുഫറിലായി മരിച്ച് ശിക്ഷ ഓൻ അനുഭവിക്കാലോ. അപ്പൊ ഇടക്കാലത്ത് മൂമിനാണീന് കുഴപ്പമില്ല എന്നാ മുമ്പ് പറയുന്നു. നിങ്ങളാണ് ഇത് മുഹാലാക്കി കുത്തർക്കാണ്. അതാണ് ആ വരി കട്ടത്. അതുകൊണ്ട് തന്നെ ഫലാ യൽസമു ഇസ്തിസ്ഹാബുഹു സുമ്മ മാ യുദ്രീക യാ അഖീ ലഅല്ലഹു യമൂത് മുശ്രിക. മരിക്കുമ്പോ മുശ്രിക്കായി മരിക്കും. അതിന് മുമ്പ് അവൻ പറഞ്ഞ നേരത്തും അവിടുന്ന് അങ്ങോട്ടും ആ വിശ്വാസത്തിലോ ഉള്ളത്. അപ്പം വഹീദായിക്കോട്ടെ, അതിനെന്താ കുഴപ്പമൊന്നും. മൊത്തം പൊളിഞ്ഞിലപ്പങ്ങളെ മുഹാലുവാദം. അതുകൊണ്ട് ഷഹറാനി ഇമാമിന്റെ കിതാബ് എടുക്കാനൊന്നും ശിശുക്കളായവരായിട്ടില്ല. നിങ്ങൾ LKGയിൽ പോലും എത്തി. തുഹ്ഫയൊക്കെ ആദ്യം ഒന്ന് വായിച്ച് പഠിക്കുക. എന്നിട്ട് മതി ഷഹറാനി ഇമാമിന്റെ കിതാബിലേക്ക് വരാൻ. തുഹ്ഫയും പോട്ടെ, 10 കിതാബ് ആദ്യം ഒന്ന് പഠിക്കുക. മുത്തഫരീദ് മുതൽ എന്തെങ്കിലുമൊക്കെ ഒരു ബോധമുള്ള ആളെ ഓതാൻ കൊണ്ടിടക്കും. ഈ ജാതി ഉഡായിപ്പ് മാത്രം പരിചയമുള്ള റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം നടക്കണ മറ്റ് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യും പോലെ തുഹ്ഫ വായിക്കാൻ പറ്റും. ഞാൻ തുഹ്ഫ ഉണ്ടായിട്ടൊന്ന് എൻ്റെ ഉസ്താദിനോടൊന്ന് വായിപ്പിച്ചു നോക്ക്. തുഹ്ഫ തിരിയുന്നവരുണ്ടെങ്കിൽ ഓല് വായിച്ചാൽ എനിക്ക് അർത്ഥം വെച്ചില്ല. ആ ഷഹറാനി ഇമാമിന്റെ കിതാബ് തിരിയുന്ന വല്ലവരുണ്ടെങ്കിൽ കൊണ്ടേ വായിച്ചു നോക്ക്. ഇല്ലേ ഞങ്ങളുടെ അടുത്തേക്ക് വാ. ഞാൻ എന്നോട് പറഞ്ഞില്ല നേരെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താ വരാത്ത? നേരെ വന്നാൽ ശരിയാവില്ല. എന്താ ഒരു തവണ പോലും മറുപടി പറയാത്ത? വെല്ലുവിളിക്കുന്നു താങ്കളെ നേരിട്ടൊരു വാദപ്രതിവാദം നടത്താൻ. ഞങ്ങളിതിന് ഒരുങ്ങി നടക്കുക തന്നെയാണ്. അതോ പറയുന്നുണ്ട് ഞാൻ ഇപ്പം അത് പറഞ്ഞ് ചടച്ച് ഇവലാൾക്കാണ് ഇത് ചടക്കൂല. ഞങ്ങളതിന് വേണ്ടി ഉള്ളതല്ലേ. ലാസ്റ്റ് വാക്കും കൂടി കളിപ്പിച്ചു. എനിക്ക് മനസ്സിലാകാത്തത്, എന്ത് വള്ളി ഉണ്ടെങ്കിലും അതിൽ തൂങ്ങിയിട്ട് അവസാനം ഇപ്പൊ പെടാപ്പാടുപെട്ട് ചക്രശ്വാസം വലിക്കുമ്പോ ഓരോരോ തട്ടിപ്പുമായിട്ട് ഇറങ്ങാൻ. ഇനി നാളെ വേറെ തട്ടിപ്പുമായിട്ട് വരും. കാരണം അവർക്ക് വേറെ പണിയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചടച്ചു. കേൾക്കുന്ന നിങ്ങൾ പലരും ചടച്ചിട്ടുണ്ടാവും. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു 2-2.5-3 മണിക്കൂർ തികക്കാൻ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറയുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് എന്തായാലും നോക്കാം. ഞങ്ങൾ വരുന്നു സത്യത്തിന്റെ ആളുകളായ ഞങ്ങൾ സത്യം പറഞ്ഞിട്ട് തന്നെ വരും. അനക്ക് ചടച്ചില്ലേ? ചടക്കാൻ വിടൂല. ഞങ്ങൾ പറയണ നിർത്തരുത്, നിർത്താൻ വിടൂല. നീ തുടങ്ങിയാ കുടുങ്ങി തന്നെ. വാളക്കുളം 88 കൊണ്ടുപോയി നിർത്തി. അന്നെ അവിടെ നിർത്താൻ അയക്കൂല. പിന്നാലെ കൂടി പറയിപ്പിക്കങ്ങൾ. ആ അയിൽ കയ്യും എന്തായി ഉണ്ടാത്ത്?
ഹയ്യുൽ ഖയ്യൂം മടവൂർ ശൈഖിനെ കുറിച്ച് പറഞ്ഞപ്പോ കുഫറായി. അടുത്ത എപ്പിസോഡിൽ ഈ പറഞ്ഞ് അത് റസൂലിന് മാത്രം പുറത്ത്. എങ്ങനെ അള്ളാന്റെ വസ്ഫ് റസൂലിന് വന്ന് എന്തായി മിണ്ടാത്ത്? തൊള്ള തുറന്ന് സംസാരിക്ക്. എന്തേ മനസ്സിലാക്കി ഇറങ്ങി വരുമ്പോ ഇത് സ്പീഡിൽ കറങ്ങി പോവാന്നോ? ചടച്ചില്ലേ? ഞങ്ങൾക്ക് ചടക്കൂല, ഞങ്ങൾ അതിന് ജീവിച്ചിരിക്കണോല. ഞങ്ങളെ നൂറുകണക്കിന് ഷൊഗലുകൾ മാറ്റിവെച്ച് ശറയിൽ ഒരു വിഷയം ഇടപെടേണ്ടി വരുമ്പോൾ അതിനെ ഏൽപ്പിച്ചതാ ഞങ്ങളെ മശായിഖന്മാർ. ഞങ്ങൾ പറയുന്നത് കേട്ട ആൾക്കാർക്ക് ചടക്കൂല, കാരണം ഇത് സത്യ പറയുന്നത്, 100% സത്യം. ഈ പറയുന്ന കള്ളത്തരാന്ന് എനിക്കറിയാം, വഹാബിനെ ന്യായീകരിക്കാൻ പറയാമെന്നും അറിയാം. അതുകൊണ്ട് ചടപ്പ് വരും. അതുകൊണ്ട് തന്നെ നുണയെന്ന് ബോധമുണ്ടാകുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ ഇതൊക്കെ അനക്കുണ്ടാകുന്ന അസുഖങ്ങളാ. അതുകൊണ്ട് വിടാൻ പറ്റൂല. ഇത് നിർത്തരുതിട്ടോ, ഒരിക്കലും നിർത്തരുത്. ഉടനെ തുടരണം. ഞങ്ങളിത് വിടൂല, ഞങ്ങളിത് മൊബൈലിൽ എത്തിച്ചിട്ടേ വിടുള്ളൂ. എത്ര ഉണ്ടോ അത്ര ഞങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് വേറെ പണിയില്ല, അത് തന്നെയാണ് ഞങ്ങളെ പണി. ഇതാണ് ഞങ്ങളെ പണി. അപ്പോൾ അതുകൊണ്ട് പൊന്നുമോനെ നിർത്തല്ലാജി തുടരും. എന്നിട്ട് ഞാനും വരാം അടുത്തീന്. എന്നിട്ട് നമുക്കൊന്ന് തുടർന്ന് നോക്കാം. എന്നിട്ട് ഷെഹറാന് ലാസ്റ്റ് കുറച്ചുകൂടെ റൗണ്ട് ഓടട്ടെ. എന്നിട്ട് നമുക്ക് നേരിട്ടൊന്നിരിക്കാം. എന്നിട്ട് നമുക്കൊന്ന് മാറ്റുരക്കാം. അങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ വരട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം. ഇത് ദീനാണ്. ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. ആര് വന്നാലും ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ നയമാണ്. അതുകൊണ്ട് ഈ വിഷയം ആളുകൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൽ ഒറ്റ പോയിന്റേ ഉള്ളൂ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഓന് തൗബക്ക് ചാൻസ് ഉണ്ട്, കഴിഞ്ഞ് ഇനി ആരും പറയേണ്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും വിശദീകരണം സംഭവിച്ചോ അല്ലേ എന്നുള്ളതല്ല, ചാൻസ് ഉണ്ട്. അത് അള്ളാഹ് പറഞ്ഞു പോയി, അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. അവിടെ ഞങ്ങളെ പോയിന്റ് ഉള്ളത്. അതിന് മറുപടി ഉണ്ട് ഈ പറയും. അപ്പം നമുക്ക് ബാക്കി അവിടുന്ന് പറയാം.